പൊന്തനേന്തും കാന്തം ഇരുമ്പും ബന്ധമാണ് പണ്ടും കാത്തിട്ടിരുന്നും നോക്കലാണേ പെണ്ണ് കാത്തിട്ടിരുന്നും നോക്കലാണേ കണ്ണ് കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ പെണ്ണ് ഇബ്ലീസിലിട്ട അമ്പിലുണ്ടേ നെഞ്ച് ഇരുഭാഗവും അതിനാൽ തകർന്നേ നെഞ്ച് ചിന്തിച്ചു ചോദിക്കാതെ ചെയ്താൽ ക്ഷീണമാ പഠിച്ചിട്ട് ചുവേ പാടിയാൽ നല്ലീണമാ മധുരം പെരുത്തേ തേൻ സ്വഭാവം മോശമാ വിഴുങ്ങിക്കഴിഞ്ഞാലെന്ത് ചെയ്യും ക്ലേശമാ സമാധാനനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ ഈ മഹലിന്റെ കർമ്മനിരതനായ സേവന തൽപരനായ ബഹുമാന്യനായ ഇമാം പണ്ഡിത സുഹൃത്ത് സിദ്ദീഖുൽ അക്ബർ ഫൈലി അനുഗ്രഹീതമായ വിശിഷ്ടമായ അതിലേറെ വരിഷ്ഠവും വൈശിഷ്ട്യവുമായ ഈ സദസ്സിന്റെ സമൽക്കാരണ കർമ്മം നിർവഹിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മദീനയുടെ നറുമണം മലയാള മണ്ണിലേക്ക് എത്തിച്ച അഹ്ലുൽ ബൈത്തിന്റെ പിൻഗാമി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സുന്നി യുവജന സംഘത്തിന്റെ കേരളത്തിന്റെ ആധികാരിക പണ്ഡിത സഭയുടെ പ്രിയപ്പെട്ട സേവകൻ ബഹുമാന്യനായ ഞാനേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈ നാടിന്റെ നറുനിലാവ് ബഹുമാന്യനായ പി കെ ഇമ്പിച്ചിക്കോയ തങ്ങൾ സ്വാഗത പ്രഭാഷണം നടത്തിയ സ്വാഗത സംഘത്തിന്റെ ചെയർമാനും എന്റെ പ്രിയ സുഹൃത്തുമായ പി കെ മുത്തലിബ് സാഹിബ്, ബഹുമാന്യരായ ആദരണീയരായ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ പണ്ഡിത വരീന്യർ അലവി ഫൈലി ഉസ്താദ് അവറുകൾ, ഈ വിനീത നേതൃത്വം നൽകുന്ന കോടക്കുറിശി അബ്ദുള്ള എഡ്യൂക്കേഷൻ അക്കാദമിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, ബഹുമാന്യരായ ആദരണീയരായ ഈ പുണ്യമായ സദസ്സിനെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ദുആയ്ക്ക് പ്രത്യുത്തരം നൽകുന്ന മഹനീയ മജ്ലിസാക്കി മാറ്റിയ വിശുദ്ധമായ ഖുർആനിന്റെ നറുമുത്തുകൾ മനസ്സിൽ സൂക്ഷിച്ച് ഈ വിശുദ്ധമായ സദസ്സിന്റെ ഛായവും ചമൽക്കാരവുമായി മാറിയ അബ്ദുള്ള ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയിലെ എന്റെ പ്രിയപ്പെട്ട ഹാഫിളുകളായ വിദ്യാർത്ഥികൾ, ബഹുമാന്യരായ മുദരിസുമാർ, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവലോക സിദ്ധാവും സർവലോക പരിപാലകനും സർവസംഹാരകനും സർവാധിപതിയും സർവാധിനാഥനും സർവേശ്വരനും സർവസ്വമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ ഒടിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വെടിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരീ സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, സർവോപരി ഈ നന്മയുടെ വസലിന്റെ ദൂരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും അപകടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഈ നാട്ടിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ഒരു ത്രിദിന മതപ്രഭാഷണ പരമ്പരയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ദിവസമാണിന്ന്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കാലിക പ്രസക്തിയുള്ള, കാലമേറെ ചർച്ച ചെയ്യേണ്ട, കാലത്തിന്റെ കുത്തൊടുക്കുകളിൽ അറിയാതെ പെട്ടുപോയ സ്ത്രീ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ ഉത്ഥാന പതനങ്ങളിൽ ഒരു തിരുത്തലായി ഹസ്രത്ത് ഫാത്തിമ സമകാലീന സ്ത്രീത്വത്തിന്റെ പുനർവായന എന്ന ശീർഷകത്തിന്റെ കീഴിലാണ് നാം നമ്മുടെ വിഷയം ഇന്ന് സംസാരിക്കുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയുടെ മണലാരണ്യങ്ങളിൽ ആദർശത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ബോധമുണർത്തി ലോകചരിത്രത്തിന്റെ അവസാനം വരെ സ്ത്രീത്വത്തിന്റെ ഏറ്റവും വലിയ സ്ത്രൈണ സ്വഭാവത്തിന്റെ മഹനീയമായ മാതൃകയായി മാറിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷണമായ ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്ന മഹദിയുടെ ജീവിതത്തിന്റെ സമഗ്രമായ ഒരു അപഗ്രഥനമാണ് നാം ഇന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുവാനും കേൾക്കുവാനും അവസാനം ഈ മഹാസദസ്സിലേക്കൊരു പ്രവാഹം പോലെ പെയ്തിറങ്ങിയ ഈ ജനസാഗരത്തോട് ആദ്യമായി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഏറെ അനുഗ്രഹീതമാണ് ഈ സദസ്സ്. കാരണം ഒരു ശ്രോതാക്കൾ മാത്രമല്ല, നമ്മുടെ അഭിമാനമായ ഈ വിനീതം സേവനം ചെയ്യുന്ന നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോടക്കുരിശി അബ്ദുള്ള ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയിൽ 50ഓളം ഹാഫിളീങ്ങളായ ഹിഫ്ളുൽ ഖുർആൻ പഠിക്കുന്ന മക്കളുടെ സാന്നിധ്യം കൂടി ഈ സദസ്സിലുണ്ട് എന്നത് ഏറെ അനുഗ്രഹീതമാണ്, ഏറെ ആശ്വാസകരമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സദസ്സ് അവസാനം നാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആകാശത്തേക്ക് കൈകളുയർത്തി അല്ലാഹുവിന്റെ മുമ്പിൽ സ്വലാത്തുകൾ ദുആ ചെയ്യുന്നു. ആ സദസ്സിന്റെ അവസാനത്തെ ആമീനം പറഞ്ഞതിനു ശേഷമേ ഒരു കൊച്ചുകുട്ടിയും ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാവൂ എന്നീ മഹനീയമായ സദസ്സിന്റെ മുഴുവനും ആഗ്രഹ സാഫല്യത്വ പുത്രീകരണത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. മുരിക്കുംപറ്റയിൽ ഈ സദസ്സ് വളരെ പ്രൗഢഗംഭീരമായി ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ എനിക്കെന്റെ മുമ്പിൽ ഒരു നഷ്ടബോധം കൂടിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആദ്യം ഒരുക്കുമ്പത്തിൽ എന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് സംവദിക്കാനുള്ളത് തൊട്ടടുത്ത മഹല്ല് നെല്ലിക്കുറിശി. ആ നെല്ലിക്കുറിശിയിൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് എന്റെ പ്രഭാഷണത്തിന് വേണ്ടി ഇവിടുത്തെ പ്രിയപ്പെട്ട സുമനസ്സുകൾ കാൽവണക്കമുള്ളവർ വന്ന് കാണുകയും പ്രചരണം നടത്തുകയും ഒരു സംഘാടകരും ഇതേവരെ നടത്താത്ത രീതിയിൽ 4 ജില്ലകൾ മുഴുവനും കവർ ചെയ്ത് അതിന്റെ പരസ്യങ്ങൾ നടത്തുകയും ലക്ഷക്കണക്കിന് രൂപ ചെലവെടുക്കുകയും ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ദുആ ചെയ്യുകയും അതിലൂടെ അല്ലാഹുവിന്റെ കലായി പോലെ പെട്ടെന്ന് എന്റെ ശബ്ദം നഷ്ടപ്പെട്ട് പരിപാടികൾ ക്യാൻസൽ ചെയ്തേണ്ടി വന്ന ആ ഒരു വലിയ സങ്കടം ഇന്നവിടുത്തെ കമ്മിറ്റി മെമ്പർ മൊയ്തീൻ സാഹിബ് എന്നോട് പറഞ്ഞു, ഉസ്താദ് വരില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കണ്ണുകളിലൂടെ ഒഴുകിയത് കണ്ണീരായിരുന്നില്ല, രക്തമായിരുന്നു എന്ന്. അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ എന്നാൽ പോലും അതിനെ സുമനസ്സോടെ സ്വീകരിക്കുകയും ഈ പരിപാടിയുമായി ഏറെ സഹകരിക്കുകയും ചെയ്ത നെല്ലിക്കുറിശി ജമാഅത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ മനസ്സ് തുറന്ന് മാപ്പ് ചോദിച്ചിട്ടാണ് ഞാൻ ഈ സദസ്സ് തുടങ്ങുക. കാരണം അല്ലാതെ എനിക്കിവിടെ സംസാരിക്കാൻ എന്റെ വാക്കുകൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് ശബ്ദമൊക്കെ തിരിച്ചു കിട്ടിയതിനു ശേഷം മഹല്ല് ഭാരവാഹികളുമായി ഞാൻ ബന്ധപ്പെടുകയും നഷ്ടപ്പെട്ട ഒരു ദിവസത്തിന് പകരം ഇൻഷാ അല്ലാഹ് 2 ദിവസം സലാത്തിന്റെ വാർഷികത്തിന് കൊടുക്കാമെന്ന് പറയുകയും അത് സുമനസ്സോടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു അന്ന് കഷ്ടപ്പെട്ടവർക്കും അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അന്ന് ആ സദസ്സിൽ പറയാൻ കഴിയാത്തത് ഇവിടെ വെച്ച് ദുആ ചെയ്യുകയാണ്. ഇതൊരു ആലങ്കാരിക ഭംഗി വാക്കല്ല, ഇതൊരു മനസ്സ് തുറന്ന വാക്കാണ്.
സ്വീകരിക്കുക. അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ആമീൻ പറ മനുഷ്യന്മാരെ. സംഘാടകർ വരുന്ന ആളുകൾക്ക് മുൻഭാഗത്ത് എവിടെയെങ്കിലും ഇരിക്കാൻ കസേര ഫുള്ളായി, മുൻഭാഗത്ത് എവിടെയെങ്കിലും ഇരിക്കാൻ ഒരു ടാർപ്പയോ വേറെ എന്തെങ്കിലും പേപ്പറുകളോ എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുത്താൽ ഈ മുൻഭാഗത്ത് കുറച്ച് ആളുകൾക്ക് ഇരിക്കും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വിഷയം പെട്ടെന്ന് തുടങ്ങുകയാണ്. കാരണം ഏത് സമയത്തും മഴ പെയ്യാമെന്നൊരു പ്രതികൂല കാലാവസ്ഥയുണ്ട്. അള്ളാഹു അവസാനിക്കുന്നവരെ നല്ല കാലാവസ്ഥ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇൻഷാ അള്ളാഹ് വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം പൂർണ്ണമായി അനുസരിച്ച് മാത്രമേ ഫ്രണ്ട് ആ കയറ് കെട്ടിയതിന്റെ ബാക്കിലെ ആളുകൾ നിൽക്കാവൂ, അല്ലാത്തടത്ത് നിൽക്കരുത്. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും പരമാവധി സംയമനം പാലിച്ചിരുന്നാൽ അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് ഇതേവരെ എന്റെ പ്രഭാഷണത്തിന്റെ സീഡികൾ നിങ്ങളുടെ മുമ്പിൽ കിട്ടിയിരുന്നു. അൽഹംദുലില്ലാഹ് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ എല്ലാവരോടും കോതക്കുറിശ്ശിയിൽ ഈ വിനീതൻ സേവനം ചെയ്യുന്ന ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജും 50ഓളം ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികളുമുണ്ട്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇന്നു മുതൽ എന്റെ പ്രഭാഷണ സീഡികൾ AEA പബ്ലിക്കേഷൻസ് അബ്ദുള്ള എഡ്യൂക്കേഷൻ അക്കാദമി എന്ന ഈ വിനീതന്റെ സ്ഥാപനത്തിന്റെ പേരിൽ അതിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം ആ ഹാഫിളീങ്ങളായ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന രീതിയിൽ അതിന്റെ കാസറ്റ് ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് എന്റെ കാസറ്റ് AEA പബ്ലിക്കേഷൻസിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതേവരെ കമലാസുറയ്യ പബ്ലിക്കേഷൻസ് ആയിരുന്നു. അത് തൽക്കാലം ഒഴിവാക്കുകയും നമ്മുടെ ഹിഫ്ളുൽ ഖുർആനിന് വേണ്ടി ഒരു സേവന തൽപരതയോടെ അതിന്റെ ഒരു ഭാഗം അതിനുവേണ്ടി വിനിയോഗിക്കണമെന്ന ആഗ്രഹത്തോടെ അൽഹംദുലില്ലാഹ് ആദ്യം അതിന്റെ കാസറ്റ് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ലോകാവസാനം എന്ന പ്രഭാഷണത്തിലൂടെയാണ് എന്നെ കേരളക്കരയിൽ ആദ്യം അറിയാൻ തുടങ്ങിയത്. ഇന്നും ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ലോകാവസാനം ഒന്ന് കേട്ട് കരഞ്ഞിട്ടാണ് വന്നത്. ആ ലോകാവസാനത്തിന്റെ 7ാം ഭാഗം ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന പ്രഭാഷണത്തിന് ശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിൽ എറണാകുളം നെട്ടൂരിൽ നടത്തിയ ലോകാവസാനം സംഭവിക്കുകയില്ല, ലാ തഖൂമുസ്സഅ, ലോകം അവസാനിക്കുകയില്ല. തകർന്നുപോയ ക്രൂഡ് ഓയിലിന്റെ വില, സൗദിയിൽ യമനിൽ പോയി അക്രമം നടത്തിയത്, തുർക്കിയിൽ അമേരിക്കയുടെ സൈനിക ആസ്ഥാനമുണ്ടായത്, ലോകാവസാനത്തിന് ശേഷമുള്ള ലോകാവസാനത്തിന്റെ 7ാം ഭാഗം പ്രൗഢഗംഭീരമായ വിഷയാധിഷ്ഠിതമായ ഒരു പ്രഭാഷണം ഇൻഷാ അല്ലാഹ് അതിന്റെ സീഡിയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി മുരിക്കുംപെട്ടയിൽ വെച്ച് നമ്മുടെ ഹിഫ്ളുൽ ഖുർആനിന്റെ പേരിലുള്ള ആ സീഡി ഇന്ന് ഇൻഷാ അല്ലാഹ് അതിന്റെ ആദ്യത്തെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. അള്ളാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിച്ച അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് സയ്യിദ് അനീസ് ഷഹീർ എറണാകുളം, അവർക്കെല്ലാവർക്കും അള്ളാഹു ഉബൈദ് നിലമ്പൂർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാസറ്റുകളുടെ ക്യാമറ വർക്ക് ചെയ്യുന്ന എന്റെ സുഹൃത്ത് ഫൈസൽ നിലമ്പൂർ, അള്ളാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യ പ്രതി കോളേജിന് ഇതിന്റെ ഒരു ഭാഗം അതിന്റെ വരുമാനത്തിന് വേണ്ടിയാണ്. ആ ആദ്യ പ്രതി ഇൻഷാ അല്ലാഹ് അബ്ദുള്ള എഡ്യൂക്കേഷൻ അക്കാദമിയുടെ കർമ്മനിരതനായ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബഹുമാനനായ ഖലീൽ ബാക്കവി ഉസ്താദിന് കൈമാറി ഇതിന്റെ ആദ്യ പ്രകാശന കർമ്മം നിർവഹിക്കും. അതോടൊപ്പം തന്നെ AEA അക്കാദമിയുടെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളുടെ സാന്നിധ്യം എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു ഇതിനെ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. തങ്ങളെ ഒന്ന് അത് കഴിഞ്ഞ പ്രസംഗം ഖലീൽ ബാക്കവി നമ്മുടെ കമ്മിറ്റി വരെ ഒന്ന് വരും, ഒന്ന് മുമ്പോട്ട് വരും, ഇങ്ങോട്ട്. ബഹുമാനനായ സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ബഹുമാനനായ ഖലീൽ ബാക്കവിക്ക് കൈമാറി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാസറ്റ് ഇന്ന് പ്രകാശനം ചെയ്ത കാസറ്റ് ഇന്ന് തന്നെ ഇവിടെ ലഭിക്കും. അതിന് സ്റ്റാളുകൾ വെളിയിൽ ലഭ്യമാണ്. എല്ലാവരും അത് വാങ്ങിക്കുകയും അതിന്റെ ഒരു ഭാഗം ഹാഫിളീങ്ങളായ മക്കൾക്ക് വേണ്ടിയാണ് എന്ന കാര്യം ഓർക്കുക.
വാങ്ങിക്കുകയും ഒരു കാസറ്റ് വാങ്ങിക്കുന്നതല്ല. ഞാൻ വാങ്ങിക്കുന്നതിന്റെ ഒരു ഭാഗം ഹാഫിളീങ്ങളായ മക്കൾക്ക് പോകുമെന്ന നിയ്യത്തോടെ ആ കാസറ്റ് ഇവിടെ തന്നെ ലഭിക്കും. എല്ലാവരും അത് വാങ്ങിക്കുക, കേൾക്കുക. ഇൻഷാ അല്ലാഹ് ഇനി 3 മാസത്തിലൊരിക്കൽ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ കാസറ്റ് ഇറങ്ങുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. നമുക്ക് വിഷയത്തിലേക്ക് ഏതായാലും ഒരിക്കും പറ്റ ഒരു വലിയ അനുഗ്രഹത്തിന്റെ കവാടം തുറക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആ നിൽക്കുന്ന ആളുകളെ ഒക്കെ ഒന്ന് ഇരുത്തിയാൽ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ഹസരത്ത് ഫാത്തിമ സമകാലീന സ്ത്രീത്വത്തിന്റെ പുനർവായന എന്നതാണ് നമ്മുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും കസേര ഏതാണ്ട് തീർന്നു. ഇവിടെ വെച്ച് എന്നെ രോഗിയാക്കുക, അവിടെ വെച്ചാൽ കുഴപ്പമില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്റെ സൗണ്ട് ചെറിയ ഒരു പ്രശ്നം ഉണ്ടായി, വലിയ പ്രശ്നമൊന്നുമില്ല. ചിലർ പറഞ്ഞു തൊണ്ട ക്യാൻസറാണ് വാക്കവിക്ക്, അങ്ങനെയൊക്കെ ആശ്വസിച്ച ആളുകളുണ്ട്. ആ സൗണ്ട് പോയി പരിപാടിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ധാരാളം ആളുകൾ ദുആ ചെയ്തു. ബഹുമാനനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ബഹുമാനനായ കോയക്കുട്ടി ഉസ്താദ് കേട്ട ഉടനെ അതൊരു വലിയ നല്ല അഫറുള്ള നാവാണ്, അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ എന്ന് കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു എന്ന് അടുത്തുണ്ടായിരുന്ന ആള് പറഞ്ഞു. ഏതായാലും അൽഹംദുലില്ലാഹ് 1 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു കിട്ടി, 2 മാസം വിശ്രമിച്ചു. ഇനി ഇത് ഒരിക്കലും തിരിച്ചു വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ അജ്മീറിലേക്ക് യാസീനോരി ആളുകളും ഉണ്ട്. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സദസ്സ് തുടങ്ങാണ്. ഞാൻ ഇത്രയും നാളും കുറച്ച് വിശ്രമത്തിലായിരുന്നു, ചെറിയ പരിപാടികളും മാത്രമാണ് ഏറ്റത്. എങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ വലിയ ഒരു ജനസഹസ്രത്തിന്റെ സ്വീകരണം ഒരുക്കിയ എന്റെ പ്രിയപ്പെട്ട അയൽക്കാരോട്, കാരണം ഇനി നമ്മൾ അയൽക്കാരാണ്, തൊട്ടടുത്തുള്ള സ്ഥാപനത്തിലാണ് ഞാനുള്ളത്, നമ്മളിപ്പോ അയൽപക്കക്കാരാണ്. എന്റെ അയൽപക്കക്കാരോട് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തി ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എന്താ പൈസ തരുന്നവരോടൊക്കെ വാങ്ങിച്ചു, ഒരു ബറക്കത്തല്ല. നമുക്ക് അഹങ്കാരമൊന്നുമില്ല, അട്ടർച്ച എന്നാലും തിന്നും കൊടുക്കും. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ ഔപചാരികതകളൊക്കെ കഴിഞ്ഞു. ഇനി വിഷയമാണ് അവസാനം. അമൃതവാണി ജലാലുവന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലോട്ട് അമൃതവാണി എഴുതി. ആരാണ് സ്ത്രീ? എന്താണ് സ്ത്രീ? എന്തിനാണ് സ്ത്രീ എന്ന ഒരു പൂരണമില്ലാത്ത സമസ്യ പോലെ, ഉത്തരമില്ലാത്ത ചോദ്യം പോലെ പ്രപഞ്ചത്തിന്റെ ആദ്യ സ്ത്രീയായി ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെ സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ ലോകത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു എഴുത്തുകാരനും വിശദീകരിക്കാൻ കഴിയാത്ത, ഒരു ചരിത്രകാരന്റെ തൂലികത്തുമ്പിൽ ഒരുങ്ങി നിൽക്കാത്ത, ഒരു കവിയുടെ സാങ്കല്പികത്വത്തിന് വഴങ്ങിക്കൊടുക്കാത്ത, എന്നാൽ ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന, എന്നാൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അപൂർവത്തിൽ അപൂർവമെന്നൊക്കെ പറയുമെങ്കിലും സാധാരണത്വത്തിന്റെ സ്ഥൈര്യത നിറഞ്ഞ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതയാണ് സ്ത്രീ. ആരാണ് സ്ത്രീ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാൻ ചരിത്രകാരന്മാർ വല്ലാതെ പാടുപെടുന്നത് നാം പലപ്പോഴും ചരിത്രത്തിന്റെ അവതരണങ്ങളിൽ കാണുന്നുണ്ട്. പാടിയാലും തീരാത്ത കവിതയാണ് സ്ത്രീ എന്ന് കവികൾ.
എത്ര എഴുതിയാലും തീരാത്ത പ്രപഞ്ചത്തിന് ആമുഖമാണ് സ്ത്രീ എന്ന് എടുത്തു കയറും. എത്ര വരച്ചാലും ഒരു എണ്ണച്ചായ ചിത്രത്തിന് പിടികൊടുക്കാൻ കഴിയാത്ത പ്രപഞ്ചത്തിന്റെ നിത്യചാരുശില്പമാണ് സ്ത്രീ എന്ന് ചിത്രകാരന്മാർ. ഈ പറഞ്ഞതിന്റെ ഒക്കെ അപ്പുറം യഥാർത്ഥത്തിൽ എന്താണ് സ്ത്രീ എന്ന് പറയാൻ ലോകചരിത്രത്തിന്റെ തൂലികകൾക്ക് കടിയാതെ പോകുമ്പോ അവിടെയാണ് നാം ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് സമ്മാനിച്ച നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃകാ റോൾ മോഡലായി മാറിയ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ നാം ചർച്ച ചെയ്യുക. സ്ത്രീയെക്കുറിച്ച് പറഞ്ഞവരെല്ലാം അവസാനം അവരുടെ വാക്കുകൾ ചരിത്രത്തിന്റെ പല ഭാഗങ്ങളിൽ പിഴച്ചു പോകുന്നത് നാം കാണുമ്പോൾ സ്ത്രീയെയും പട്ടിയെയും എത്രത്തോളം തല്ലാമോ അത്രത്തോളം തല്ലണമെന്നാണ് യാ ബൗലായെ എന്ന് പറയുന്ന സാഹിത്യകാരൻ പറഞ്ഞത്. സ്ത്രീ യുവാവിന് പ്രിയതമയും മധ്യവയസ്കന് കുട്ടാൾ വൃദ്ധരുകയുമാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരന്മാര് ലോകചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ അർദ്ധഭാഗമാണ് സ്ത്രീ എന്ന് പറഞ്ഞത് ലോകത്തിന്റെ പ്രശസ്തനായ കവി ഒമർ ഖയ്യാമായിരുന്നു. ഒമർ ഖയ്യാമിന്റെ വരികളിൽ ഒമർ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു അർദ്ധഭാഗമാണ് എന്ന് പറഞ്ഞ ഉമർ ഖയ്യാമിന്റെ കവിതകളിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചപരതയുടെ പര്യായമാണ് എന്ന് പരിചയപ്പെടുത്തിയ ലോകത്തിന്റെ ദാർശനികന്മാരായ എഴുത്തുകാരന്മാർ. അതിനൊക്കെ അപ്പുറം സ്ത്രീയെക്കുറിച്ച് പറയാൻ മെനക്കെട്ടവരെല്ലാം ആശഭാഗത്തിന്റെ നടുവിൽ പോലും സ്ത്രീയെക്കുറിച്ച് മഹത്തായ സങ്കല്പമുണ്ടായിരുന്നു. എത്തനരീസ്റ്റ് പൂജ്യന്തേ രമന്തേ തത്രദേവത. സ്ത്രീ അവരെ ആദരിക്കപ്പെടുന്നത് അവിടെയാണ് ദേവന്മാര് പ്രസാദിക്കുന്നത് എന്ന് പറയുന്ന ആശഭാരതത്തിന്റെ മഹത്തായ സ്ത്രീ സങ്കല്പത്തെ നാം പരിചയപ്പെടുമ്പോൾ നഗ്രഹം ഗ്രഹമുത്യാഹം ഗൃഹണീശതമുച്ഛതേ, സ്ത്രീയില്ലാത്ത സ്ഥലത്ത് നന്മയുണ്ടാവില്ല എന്ന് പറയുന്ന അർദ്ധപകുതിയാണ് എന്ന് ലോകത്തോട് പറഞ്ഞ ഒരു ദർശനകല നാം നമ്മുടെ ഭാരതത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സ്ത്രീയെക്കുറിച്ച് അവരവരുടെ തൂലികത്തുമ്പിലും അവരവരുടെ നാടുകളിലും പറഞ്ഞുകൊടുത്തതാണ് എങ്കിൽ നാം നമ്മുടെ സമകാലീന ദർപ്പണത്തിലൂടെ നോക്കുമ്പോൾ ഇതൊക്കെയാണോ നാം ഇന്ന് കാണുന്ന സ്ത്രീ? ചോദ്യം പ്രസക്തമാണ്. സമകാലീന ലോകത്തിന്റെ കണ്ണാടിയിലൂടെ നാം നോക്കുമ്പോൾ നാം കാണുന്ന സ്ത്രീ ഇതൊന്നുമല്ല. പരസ്യപ്പലകയിൽ മാർക്കറ്റിൽ 50 പൈസ പോലും വിലയില്ലാത്ത ഒരു തീപ്പത്തിക്ക് മാർക്കറ്റിൽ വിലയുണ്ടാകണമെങ്കിൽ അതിൽ അരക്കിഴി പോയിട്ട് വസ്ത്രമില്ലാത്തൊരു പെണ്ണിന്റെ പരസ്യ ചിത്രം വേണമെന്ന രീതിയിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ മാംസപിണ്ഡത്തിന്റെ പ്രദർശനമായി സ്ത്രീ മാറുമ്പോ ആക്രമിക്കപ്പെടുന്നവളായി, പൊതുനിരത്തുകളിൽ ആക്രമിക്കപ്പെടുന്നവളായി, പട്ടാപ്പകലൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയാതെ പരിവളയുടെ പൊട്ടിന്റെ ഗിരിക്കം കേട്ടാൽ അവിടെ പുരുഷന്റെ കാമമുണർത്താൻ കഴിയുന്നു. സ്വന്തം വീടിന്റെ ഗൃഹാന്തരീക്ഷത്തിന്റെ ഉള്ളിൽ പോലും സ്വന്തം പിതാവിനെ പേടിച്ചു പോലും പേടിച്ചരണ്ട് കഴിയേണ്ടി വന്ന ആധുനിക സ്ത്രീയാണ് നാം ലോകത്ത് പരിചയപ്പെടുത്തുന്നത് എങ്കിൽ അതിനൊക്കെ അപ്പുറം എന്നാണ് സ്ത്രീ എന്ന് പരിചയപ്പെടുത്താൻ ലോകചരിത്രത്തിന്റെ ഏറ്റവും വലിയ വഴികാട്ടിയായ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത് സ്ത്രീയെ വളർത്തിയെടുക്കാൻ കഴിയുന്ന, സ്ത്രീയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഉത്തമമായ ചരിത്രത്തിന്റെ ചുണ്ടുപലകയായ സ്ത്രീയെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു വിശ്വസംസ്കാരത്തിന്റെ ഉടമകളാണ് ഇസ്ലാമിന്റെ വക്താക്കളെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു വരുമ്പോ സ്ത്രീ പരസ്യപ്പെടുകയിൽ മാത്രം നിൽക്കേണ്ടവളല്ല, അവൾ വിജനതയുടെ വന്യതയിൽ ആക്രമിക്കപ്പെടേണ്ടവളല്ല, അവളുടെ മാനത്തിന് വില പറയേണ്ടവളല്ല, അവളുടെ അഭിമാനത്തെ പിച്ചിച്ചേണ്ടവളല്ല, പൊട്ടിത്തെറിച്ചു പോകുന്ന വളപ്പെട്ടുകളോട് കഥാകഥനത്തോടെ നോക്കി നിൽക്കാനല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമായ ഇദാ ബുശ്ശിറ അഹദുഹും ബിൽനിസാ വല്ലവദഹു മുസ്വദ്ദ വഹുവ കബീർ يتوارى من القوم من السوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ജന്മം നൽകുന്നതിൽ സ്ത്രീയുടെ ജന്മത്തിനായി തിരിച്ചറിയുമ്പോ അവളെ ജീവനോട് കുറിച്ചു മൂടിയിരുന്ന പ്രിയപ്പെട്ട മണരാജ്യത്തിൽ കുറിച്ചു മൂടിയ 6-ാം നൂറ്റാണ്ടിലെ
ആസുരഭാവത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട സഹാബത്ത് പറയുന്ന ഒരു അനുഭവമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ദീനിന്റെ പുനഃസംസ്ഥാപനത്തിന് വേണ്ടി ബദറിന്റെയും ഉഹദിന്റെയും ഖന്തക്കിന്റെയും ഖൈബറിന്റെയും ജനഭൂമികൾ തങ്ങളുടെ ജീവിതത്തെ തന്നെ ദാനന്ദയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായി ഗണത്തിൽപ്പെട്ട ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ സമകാലീന സ്ത്രീത്വത്തിന്റെ സമഭാവനകളിലേക്ക് കടന്നു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ശുക്രാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുത്തവസ്സിദുൻ ബിറുദത്തിഹി ഫീൽ ഖഅബാ. ത്തിന്റെ മുമ്പിലുള്ള ഈത്തപ്പനമരത്തിന്റെ താഴ്ഭാഗത്ത് തന്റെ കൈമുട്ടുകളെ ശിരസ്സിലേക്ക് തേറ്റുവെച്ച് ആ കൈമുട്ടുകളെ തന്റെ തലവണയാക്കി വിശ്രമിക്കുന്ന ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് 1000 ആവരാതി കെട്ടുകളുമായി ഞങ്ങളെ കടന്നുവന്നു. ആരാ പറയുന്നത്? ഖബ്ബാബ് റളിയല്ലാഹു തആല ആ മരത്തല്ലല്ലോ ഇതിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചുകൊണ്ടിരിക്കവേ കത്തിരിയുന്ന പച്ചമാസത്തിന്റെ വീക്ഷകങ്ങളുമായി വിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദിന്റെ കലിമ പറഞ്ഞതിന്റെ ചുറ്റുപടുത്ത് കിടക്കുന്ന തീക്കിനടികളുടെ മുൻപിലേക്ക് മലത്തിക്കിടക്കി ആ മലത്തിക്കിടക്കി നെഞ്ചിന്റെ മുകളിലേക്ക് ഭാരമേറിയ പാറക്കല്ലുകൾ എടുത്തു വെച്ച് പച്ച ശരീരം കടലിലേക്ക് അമഞ്ഞു തീരുമ്പോ ആ തീക്കിനടികളെ ശരീരത്തിലേക്ക് തുളച്ചു കയറി മാംസം മുഴുവനെ കത്തിക്കരിഞ്ഞ് പച്ചമാംസത്തിന്റെ രൂക്ഷഗന്ധം വരുമ്പോ തന്റെ ശരീരത്തിൽ കത്തിക്കരിഞ്ഞ ഭാര്യയുമായി വേദനാദിയോടെ വിഹുലതയോടെ വിഭ്രാന്തിയോടെ ഇലാ ഹളറത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നത് ഖബ്ബാബ് റളിയല്ലാഹു തആല പറയാൻ നബിയേ അലാ തസ്തഗ്ഫിറു ലനാ അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യാൻ സമയമായില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലേ സഹിച്ചിട്ട് സമയുടെ നെല്ലിപ്പറവ് കണ്ടിരിക്കുക സഹിക്കാൻ കഴിയുന്നില്ല റസൂലല്ലാഹ് എന്ന് പറഞ്ഞ ഖബ്ബാബ് റളിയല്ലാഹു തആല താൻ എടുത്തിരിക്കുന്ന കുപ്പായമൊന്ന് പൊന്തിക്കുമ്പോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ പച്ചമാംസം കത്തിക്കരിഞ്ഞ് എല്ലുകൾ മുഴുവനും വെളിയിലേക്ക് നിലയിട്ട് കരിഞ്ഞ മാംസത്തിന്റെ രൂക്ഷമായ ഗന്ധം തന്റെ നാസാരന്ധങ്ങളിലേക്ക് അടിക്കുമ്പോ വല്ലാത്ത ഭീതിതമായ അവസ്ഥയിൽ തന്റെ മുന്നിൽ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരാണ് പറയുന്ന സഹാബിയോട് ഹബീബായ മുത്താശ്വസിപ്പിക്കുക. തന്റെ മുമ്പിലേക്ക് പീഡനത്തിന്റെ താളനത്തിന്റെ പർവ്വതങ്ങൾ താന്റെ കഥ പറയുമ്പോ സമാശ്വാസത്തിന്റെ തെളിനീരുകളൊക്കെ മുത്തുനബിയുടെ തലോടിൽ വരികയാണ്. ഖബ്ബാബേ ഖബ്ബാബേ സഹിക്ക് ഖബ്ബാബേ കബിക്കാനമൻ കബിലക്കുമ്പോ പറയാണ് ഖബ്ബാബ് ഇതൊക്കെ ഒരു ത്യാഗമാണോ? ഇതൊക്കെ ഒരു പീഡനമാണോ? ഇതൊക്കെ ഒരു താടനമാണോ? അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുക. എന്റെ ശബ്ദം കേൾക്കാനിവിടെ മുകളിൽ ഇരിക്കുമ്പോഴത്തേക്കെത്തിയിരിക്കുന്ന എന്താ ഇസ്ലാമിക ചെറുപ്പക്കാരോട് നമ്മൾ ആവരാറ് പറയാറില്ലേ? ഫലസ്തീനെക്കുറിച്ചും ബർമയെക്കുറിച്ചും റോഹിംഗ്യയിലെ മുസ്ലിമീങ്ങളെക്കുറിച്ചും പസവികാസമുദ്രത്തിന്റെ തിരമാലകളുടെ മുകളിൽ കെട്ടുണ്ടാക്കിയ വള്ളത്തിന്റെ മുകളിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാറില്ലാതെ അക്കരയിലിക്കരയില്ലാതെ അഭയാർത്ഥികളെ പോലെ കഴിയുന്ന റോഹിംഗ്യ മുസ്ലിമീങ്ങൾ അവസാനം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാറില്ലാതെ തങ്ങളുടെ കൈവിരലുകൾ മുറിച്ചിട്ട കൈവിരലുകൾ വെട്ടിച്ചിട്ട് ജീവൻ നിലനിൽക്കുന്ന ബർമയിലെ അഭയാർത്ഥികളായ മുസ്ലിമീങ്ങളെ കുറിച്ച് പരാതി പറയുമ്പോ ഞാപ്പാമ്പ് ഉപയോഗിച്ചിട്ട് തകർക്കപ്പെടുന്ന വീടുകളുടെ അവശിഷ്ടങ്ങളുടെ ഇഷ്ടികക്കുള്ളിൽ കടന്നിട്ട് ശ്വാസം വാങ്ങാതെ കുട്ടാനന്റെ കൈയെണ്ണീറ്റ് നിലനിൽക്കുന്ന ഫലസ്തീൻ മക്കളുടെ കഥ പറയുമ്പോ കഥാകഥനത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിന് പറയാനുള്ളതിനാ ഖബ്ബാബേ കടുക്കാനമൻ കടലെത്തുമ്പോ ഇതൊക്കെ ഒരു താടനമാണോ? ഇതൊക്കെ ഒരു പീഡനമാണോ? ഇതൊക്കെ ഒരു ത്യാഗമാണോ? ഇതൊക്കെ പ്രബോധനത്തിന്റെ വഴിയിൽ സഹിക്കുന്ന പ്രയാസങ്ങളാണോ? നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഇസ്ലാം വിശ്വസിച്ചതിന്റെ പേരിൽ അവരെ എതിരാളികളെ പിടിച്ചുകൊണ്ടുവന്ന് വിശാലമായ മൈതാനത്ത് കൊണ്ടുവന്നൊരു കുരുകുടിച്ചുണ്ട്. അതിന്റെ ഉള്ളിലെ കിടക്കി നിർത്തിയിട്ട് ആ കുരുവിൽ കരുത്തിന്റെ പാടം വരെ മണ്ണിട്ട് മൂടി പിന്നീട് ആ മനുഷ്യന്റെ മുമ്പിലേക്ക് ഊർച്ചയുള്ള
മനുഷ്യന്റെ ശിരസിന്റെ മധ്യഭാഗത്ത് വെച്ചുണ്ട് രണ്ടുപേരപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ആ വാളുകൊണ്ട് ആ വിശ്വാസം രണ്ടായി മുറിച്ച് താഴോട്ടിടുമ്പോ എന്നിട്ടും കലിയടങ്ങാത്ത ഇരുട്ടിന്റെ വിശക്തികൾ തിന്മയും ശക്തി ഹിംസാത്തിൽ ഹബീബ് നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്ന മുറിക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് എല്ലുകളും മാംസങ്ങളും പലതായിട്ട് ചീറിയെടുക്കുമ്പോ ഇത്രയേറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ ദീനിൽ നിന്നൊരു അനുമതി തൂക്കം പോലും വെടിവെക്കാൻ അവരെ തയ്യാറില്ല. ഖബ്ബാബ് അവരല്ലാഹുവിന്റെ ദീനിനെ തള്ളിപ്പറയാൻ തയ്യാറില്ല. ഖബ്ബാബ് ഹബീബായ സമാശ്വാസത്തിന്റെ സമാശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോ ഞാനിത് പറഞ്ഞതെന്ന് നന്നറിയേ തന്റെ മുമ്പിൽ ആകുലതയോടെ വ്യാകുലതയോടെ പൊട്ടിക്കറന്നുകൊണ്ട് കണ്ണുനീരെ തടം തല്ലിയാത്തിടുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ സഹാബാ ليتمن الله هذا الأمر حتى يسير الراكب من السماء إلى هرمه لا يخاف إلا الله والذئب على غنمه. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകഭൂഖണ്ഡങ്ങളുടെ മുകളിൽ ഇസ്ലാമിന്റെ വെള്ളിക്കൊരു പാർക്കുക തന്നെ ചെയ്യും. ഏതുവരെ എന്നറിയോ? സന്നാവ് മുതൽ ഹളറമൗത്ത് വരെ ഒരു പാവപ്പെട്ട കച്ചവടക്കാരൻ എന്ന കച്ചവട സമ്പത്തുമായി പാതിരാവിന്റെ നിശബ്ദതയിൽ ഒരാളെപ്പോലും പേടിക്കാറ് യാത്ര ചെയ്യുന്നത് വരെ, ഒരു പെൺകുട്ടി പാതിരാ സമയത്ത് ആരെയും പേടിക്കാറ് യാത്ര ചെയ്യുന്നത് വരെ, പാതിരാ 12 മണിക്കിറങ്ങിയിട്ടൊരു പാവപ്പെട്ട പെണ്ണിന് തന്റെ നാട്ടിലൂടെ ഒരാളെയും പേടിക്കാറ് യാത്ര ചെയ്യാൻ കഴിയുന്നത് വരെ അല്ലാഹു ദീനിനെ പരിപൂർത്തീകരിച്ചു കിടക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരു നാഗരികതയാകണമെന്ന്, ഒരു രാജ്യമാകണമെന്ന്, അവരെ സ്ത്രീ ആദരിക്കപ്പെടണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത പാതിരാത്രി പട്ടപ്പാതിരാത്തൊരു പെണ്ണിന് മുരിക്കുമ്പത്തിൽ നിന്നിറങ്ങിയിട്ട് വറോട് വരെ പാതിരാസമയത്തേകയായി സഞ്ചരിക്കാൻ അവൾക്കൊരു കാമഭ്രാന്തനെ പേടിയില്ല, അവൾക്കൊരു പുരുഷനെ പേടിയില്ല. തന്റെ മാനം സംരക്ഷിച്ചു കൊണ്ട് പാതിരാസമയത്ത് ഒറ്റപ്പാലത്ത് നിന്ന് മണ്ണാർ ചേർപ്പശ്ശേരി വരെ ഒരു പാവപ്പെട്ട പെണ്ണിനെ നടക്കാൻ കഴിയില്ല. അതാണ് ലോകത്തിലെ സുഭദ്രമായ രാത്രിമെന്ന് പഠിപ്പിച്ചു കൊടുത്ത മെയ്ക്ക് ഇൻ ഇന്ത്യ ആയിട്ട് കാര്യമില്ല, ലോകത്തിലെ ഏറ്റവും വലിയ വിദേശ സഞ്ചാരമായിട്ട് കാര്യമില്ല. ഡൽഹി നഗരത്തിന്റെ പട്ടാപ്പകൾ നടന്നു പോകുന്ന പെണ്ണിനെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ മരത്തിൽ കിടത്തിയിട്ട് അവളുടെ മാനം പിച്ചു ചീന്തപ്പെടുന്നു. ഓരോ മണിക്കൂറിലും 3 പെണ്ണിന്റെ മാനം പിച്ചു ചീന്തുന്ന നാടായി നമ്മുടെ ഭാരതം മാറുമ്പോ ഈ ഭാരതത്തിന്റെ ഭാരതശ്രീയുടെ ഭാവശുദ്ധി എന്ന പാടിയ കവികളുടെ ഭാരതശ്രീയുടെ ഭാവശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 14 നൂറ്റാണ്ട് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, പാതിരാ സമയത്തിന് സ്ത്രീയെ ബഹുമാനത്തോട് ആദരവോടെ നടക്കാനോട് നാടിന് കഴിയുമോ? ആ നാടാണ് ലോകത്തിന്റെ ഏറ്റവും നല്ല നാടെന്ന് നാഗരികരെന്ന് ഇതേവരെ ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് ചോദിക്കട്ടെ, ഇന്ന് പാതിരാ സമയത്തിൽ വേണ്ട പട്ടാപ്പകളോട് പെണ്ണിനാ നടക്കാൻ കഴിയുക? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലും ചീരിപ്പായുന്ന തീവണ്ടിയിലും ഉച്ചക്കത്തിൽ പോകുന്ന ഓട്ടോറിക്ഷയിലും പാവപ്പെട്ട പെണ്ണിന്റെ മാനം ചിച്ചു ചീന്തപ്പെടുമ്പോ പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ സാരിത്തുമ്പ് കണ്ടാൽ കാമത്തിന്റെ പേക്കൂത്തുകൾ ഇളക്കുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ കടപ്പറയിൽ കൈകാര്യം ചെയ്യാനുള്ള മണ്ണിളക്കാണെന്ന് കരുതിപ്പോയ അഭിനവദാന ലോകത്തോട് ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഹസരത്ത് ഫാത്തിമ. ഹസരത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ആരാ ഫാത്തിമ എന്നറിയോ? ആരാ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്നറിയോ? ഞാനിത് പറയുന്നത് ലോകചരിത്രത്തിന്റെ നിർണായകമായ ശക്തിയായി മാറിയ ആരാണ്? അവള് പരസ്യപ്പലകയിൽ നിൽക്കേണ്ടവളല്ല, അവള് റിയാലിറ്റി ഷോയുടെ അവതാരകകളല്ല, അരക്കിപ്പോട്ട്
വസ്ത്രം ധരിക്കാത്ത പെണ്ണിന്റെ അർദ്ധനഗ്നയായ പെണ്ണിന്റെ ആട്ടക്കലാശം കാണേണ്ടതല്ല. ആരാണ് പെണ്ണെന്നറിയേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. മലാലയെ പോലെ, മദർ തെരേസയെ പോലെ, മാർഗരറ്റ് താച്ചറിനെ പോലെ ലോകവിരുദ്ധത്തിലായി മാറാൻ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ ആഘോഷിക്കുമ്പോ ഇന്ത്യയുടെ യൂണിയൻ ജാക്ക് പതാക താഴെയിറക്കി ഇന്ത്യ രാജ്യത്തിന്റെ ചുവന്ന പതാക കുത്തബ് മിനാറിന്റെ ചെങ്കോട്ടയുടെ മുകളിൽ വെക്കാൻ കാരണക്കാരനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മൗനവ്രതം നടത്തുമ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ മൗനവ്രതം നടത്തിയിട്ടാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജി സമരം നടത്തിയതെങ്കിൽ ഗാന്ധിജി പിന്നീട് പറയുന്നുണ്ട്, എനിക്ക് മൗനവ്രതം പഠിപ്പിച്ചതെന്നതാരെന്നറിയോ? അത് വൈസ്രോയി പ്രഭുവല്ല, അത് മുഹമ്മദ് അലി ജിന്നയല്ല, അത് ആരിഫ് സിംഗല്ല, സരോജിനി നായിഡുവല്ല, സ്വാമി വിവേകാനന്ദനല്ല, ഹസ്രത്ത് ഫാത്തിമ എന്ന വിഷയത്തിനാമുഖമായി ഗാന്ധിജിക്ക് മൗനവ്രതം പഠിപ്പിച്ചു കൊടുത്തത് സരോജിനി നായിഡുവോ സ്വാമി വിവേകാനന്ദനോ ഭഗത് സിംഗോ അല്ല. ഗാന്ധിജി പിന്നീട് പറയുന്നുണ്ട്, അതെനിക്ക് പഠിപ്പിച്ചുവെന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും 1000 എനിക്ക് പഠിപ്പിച്ചുവെന്ന് എന്റെ ഭാര്യ കസ്തൂർബയാ. ഞാനുമായിട്ട് എന്റെ ഭാര്യ പിണങ്ങിക്കഴിയുമ്പോ എന്റെ ഭാര്യ കസ്തൂർബ ഭക്ഷണം കഴിക്കാതെ നിരാഹാര വ്രതം നടത്തിയിട്ടിരിക്കുമ്പോ ആ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നിരാഹാരം കിടക്കാരെന്നെ എന്നെ പ്രേരിപ്പിച്ചതെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ആരെന്നറിയുമോ? വഴിയരികിലെ പരസ്യപ്പുറകയിൽ നിൽക്കേണ്ടവളല്ല, ആരത്ത് നിൽക്കേണ്ടവളല്ല. നീ ചരിത്രത്തിന്റെ ദാർശനികതയെ തൊട്ടുണർത്തേണ്ട സ്ഥൈനതയുടെ രൂപമായി മാറാൻ അതിന് നിനക്കാരെയാണ് പഠിക്കേണ്ടത്? പഠിക്കാൻ ഒരേ ഒരു വിളക്കുമാനമേ. അന്ധകാരത്തിന്റെ കൂരിരുപ്പിന്റെ തെരുവീതിയിലൂടെ നടന്നു പോകുമ്പോ ചരിത്രത്തിന്റെ വഴിയിൽ കൂരിരുപ്പിന്റെ ഉള്ളിൽ ഒരു വടി വിളക്ക് പോലൊരു മനുഷ്യരാട് പോലെ ഫാത്തിമ സയ്യിദത്തു നിസാഇ അഹ്ലി ജന്നാ. നാളെ സ്വർഗ സ്ത്രീകളുടെ നേതാവായി ലോക ചരിത്രത്തിന്റെ ഏകാണ്ട പട്ടാളം പോലെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവേ, ഈ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോ നാളെ സ്വർഗത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട് ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വർഗത്തിന്റെ സ്ഥാനം നീ ഏറ്റവും നന്നാക്കി തരല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സദസ്സൊന്നും നന്നാവണം, സലാത്തൊന്നും തീരെയില്ല. വളരെ പിശുക്ക് പിടിച്ച ഒരു ഉമ്മത്താണിത്. സലാത്ത് തീരെയില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു ഫാത്തിമയെ പോലൊരു മോളെ തന്നെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഇവിടെ വെച്ചൊക്കെ നിയത്ത് ചെയ്താലേ അങ്ങനെയുള്ളതൊക്കെ കിട്ടൂ. അല്ലെങ്കിൽ പിന്നെ വേറെ ഇല്ലാത്ത കിട്ടിയത്. ഫാത്തിമയെ പോലൊരു പെൺകുട്ടിയൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വെച്ച് നിയത്ത് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഞാനും ഡാൻസ് മാസ്റ്ററും തമ്മിൽ 2 വർഷമായിട്ട് ഈ ബന്ധമുണ്ട്, ഉമ്മക്ക് എന്താ കാര്യമെന്ന് ചോദിക്കണ കുട്ടി കിട്ടും. യഥാർത്ഥത്തിൽ എന്താണ് സ്ത്രീ? നമ്മൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സമകാലീന സമൂഹവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തുക. ആദ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ലോകം ഇന്ന് സ്ത്രീയോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. എന്താ സന്ദേശം? സന്ദേശം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ സംബന്ധിച്ചോളം അവൾക്ക് ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല. അവളുടെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളോട്, അവളുടെ ഭർത്താവിനോട്, അവളുടെ മക്കളോട് ഒരു കടപ്പാടും അവൾക്കില്ല. അവൾ സമൂഹത്തിൽ പൊതുജന മധ്യത്തിൽ ഇറങ്ങി കുറച്ച് ആക്ടിവിറ്റീസ് നടത്തിയാൽ അതാണ് പെണ്ണ് എന്ന ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ സങ്കല്പം ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പൊ പുതിയൊരു സംസ്കാരം എന്താ? നിങ്ങൾ കേൾക്കാനുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ലേ? ഇപ്പൊ ഒരു പുതിയ മെസ്സേജ് കിട്ടുന്നത്, ഒരു പെണ്ണ് അവൾക്ക് വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളോട് കടപ്പാടില്ല, അവളുടെ ഭർത്താവിനോട് കടപ്പാടില്ല, അവളുടെ ഉത്തരവാദിത്തത്തിലുള്ള മക്കളെ നോക്കൽ അവളുടെ ജോലിയല്ല. പിന്നെ അവളുടെ ജോലി എന്താ? അവളെ സമൂഹത്തിൽ ഇറങ്ങുക, കുറച്ച് ആക്ടിവിറ്റീസ് നടത്തുക, കുറച്ച് ചുരിദാറിന്റെ കച്ചവടം നടക്കുക, എവിടെയെങ്കിലും തെരുവ് നായുണ്ടെങ്കിൽ അതിന്റെ വായി കെട്ടിപ്പിടിച്ചിട്ടൊരു മുത്തം കൊടുക്കുക. ഇതൊക്കെയാണ് പെണ്ണിന്റെ ജോലി എന്ന് സോഷ്യൽ സൊസൈറ്റി നമ്മളോട് പറയുന്നുണ്ട്.
അതിന്റെ ഉദാഹരണം ഞാൻ അവിടെ നിന്ന് തുടങ്ങണം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം മാത്രമല്ല, ഞാൻ ഈ നൂറ്റാണ്ടുമായി ബന്ധിപ്പിക്കുകയാണ്. അതാണല്ലോ പ്രഭാഷകന്റെ ജോലി. എന്ന് പറഞ്ഞാൽ 2014 കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനൽ നടത്തിയ സർവേയിൽ വുമൺ ഓഫ് ദ ഇയർ, കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും നല്ല പെണ്ണ്, 2014, 15 ആയിട്ടില്ല, 15 നടക്കാൻ പോണുള്ളൂ. 2014 വുമൺ ഓഫ് ദ ഇയർ, കഴിഞ്ഞ വർഷത്തില് കേരളത്തിന്റെ മണ്ണിന്റെ പുറന്തലിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും നല്ല മാതൃകാ വ്യക്തിയായ പെണ്ണ് ആരായിരുന്നു? ഒന്ന് അറിയാവുന്നവരൊന്ന് പറയുന്ന ആരായിരുന്നു? ഇല്ലേ? 2014 വിമൺ ഓഫ് ദ ഇയർ കേരളത്തിന്റെ പെട്ടവരുന്ന സ്ഥലം ആരാണ്? അതറിയാവുന്ന ഒരു ഇൻസാൻ പോലും ഇല്ലെങ്കിൽ ഇത്രയും വലിയ മുത്തക്കിങ്ങളെ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. ഇനിയിപ്പോ നിങ്ങളോട് എന്തിനാ വാക്ക് പറയാ? ഞാനീ പറയുന്നത് നിങ്ങളോർക്കൊരു വാക്കവിയ സംസാരിക്കുക. 2014 വുമൺ ഓഫ് ദ ഇയർ മഞ്ജു വാര്യരാ. ആരാ മഞ്ജു വാര്യർ? റളിയല്ലാഹു അൻഹ. പെണ്ണുങ്ങൾക്ക് വലിയ സഹതാപമാണ് മഞ്ജു വാര്യരോട് വിവാഹമോചനം നടന്നതിന് ശേഷം. തങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഈ സദസ്സിലൊക്കെ ഇത് പറയാവോ എന്ന് ചോദിച്ചാൽ ഒരു വിഷയം ഇവർക്ക് മനസ്സിലായി. ഖുർആന്റെ ആയത്തൊന്ന് ഓതിയാൽ മനസ്സിലാകണം, ഉമ്മത്ത് മാറി. ആരാ മഞ്ജു വാര്യർ? ഞാൻ ഫാത്തിമ റളിയല്ലാഹു തആലയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല സ്ത്രീ മഞ്ജുവ. എനിക്കതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ അത് ഈ കാണുന്ന പെണ്ണ് നൽകുന്ന സന്ദേശമേരാ. ആരാ മഞ്ജു വാര്യർ? കഴിഞ്ഞ 2014 ഏറ്റവും നല്ല സ്ത്രീ, മലയാളത്തിന്റെ മണ്ണിന്റെ പെരുമയുടെ മുകളിൽ ജീവിച്ചിരുന്ന ഏറ്റവും നല്ല പെണ്ണെന്ന് പറയുന്ന ബഹുമതി കിട്ടിയതാരാ? ജനിച്ച അന്ന് മുതൽ കയ്യാണോ കാലാണോ വളരുന്നതിലേക്ക് പ്രതീക്ഷയോടെ, ഭാവി പ്രതീക്ഷയോടെ നോക്കി നിന്ന മാതാപിതാക്കളോടുള്ള കടമകൾ പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ സിനിമാ ലോകത്തിനാ പരിചയപ്പെട്ടതെന്റെ കാമുകനായ സിനിമാ നടന്റെ കൈ പിടിച്ചിറങ്ങിപ്പോയി വിവാഹം കഴിച്ച പെണ്ണ് മാതാപിതാക്കളോടുള്ള കടമ നിർവഹിച്ചില്ലെന്ന് മാത്രമല്ല, അവസാന വിവാഹത്തിന് നീണ്ട വർഷങ്ങൾ നീണ്ട വിവാഹ ജീവിതത്തിന് ശേഷം അവസാനം ഒരു ദിവസം തന്റെ ഭർത്താവിനോടുള്ള കടമകളും പൂർത്തീകരിക്കാൻ കഴിയാതെ അവസാനം വഴിവിരിഞ്ഞിട്ട് നിസ്സംഗതയോടെ ഭർത്താവിനോട് വിട പറഞ്ഞിറങ്ങിപ്പോയ പെണ്ണ് എന്ന് മാത്രമല്ല, വളർത്തിക്കൊണ്ടുവന്ന തന്റെ മകളോ കടപാട് നിർവഹിക്കാൻ കഴിയാത്തൊരമ്മ, ഭർത്താവിനോടുള്ള കടപ്പാട് നിർവഹിക്കാൻ കഴിയാത്തൊരു ഭാര്യ, വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മമാരോടുള്ള കടപ്പാട് നിർവഹിക്കാൻ കഴിയാത്ത ഒരു മകൾ, ആ മകളാണ് കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും നല്ല പെണ്ണിനുള്ള അവാർഡ് നേടിയതെങ്കിൽ ഇത് വെറുതെ ഒരു ഗ്യാരറ്റ് പോലും മാതിരിയുള്ള ആ ദൃശ്യമാധ്യമം മുഴുവന് കേരളത്തിൽ നടത്തി SMS-ന്റെ വോട്ടെടുപ്പിലൂടെയാണ് മകളെന്ന് പറയുന്ന കടപ്പാട് വിശീകരിക്കാത്ത, ഭാര്യ എന്ന കടപ്പാട് വിശീകരിക്കാത്ത, തന്റെ അമ്മ എന്ന ഏറ്റവും വലിയ അക്ഷരത്തിന്റെ 2 അക്ഷരത്തിന്റെ കടമകൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു പെണ്ണിനെ SMS-ലൂടെ തെരഞ്ഞെടുക്കുന്നു. അത് കേരളത്തിന്റെ സ്ത്രീകളുടെ മനോഗതിയാണെങ്കിൽ എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, മഞ്ജു വാര്യർ പരിഹസിക്കുകയല്ല, അതിനെ ഞാൻ നിശ്ചിതമായി വിമർശിക്കുകയല്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പ്രസക്തമായ ഒരു ചോദ്യമുണ്ടാ, ഉത്തരം നമുക്ക് പറയുന്നതെന്താ? ഒരു പെണ്ണവരുടെ വാപ്പയോടുള്ള ഉമ്മയോടുള്ള കടപ്പാട് പൂർത്തീകരിക്കണ്ട, അവളവളുടെ ഭർത്താവിന്റെ കൂടെ കിടക്കേണ്ടതില്ല, അവളവളെ മക്കളെ വളർത്തുക എന്ന ചരിത്രപരമായ ദൗത്യമേറ്റെടുക്കേണ്ടതില്ല. അതൊക്കെ ചെയ്യാതെ സമൂഹത്തിലോരത്തിറങ്ങിയിട്ട് ഒരു പരസ്യത്തിൽ അഭിനയിച്ചാൽ, ഒരു സന്നത്തിന്റെ തിളക്കമുണ്ടായാൽ, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും മുമ്പിലേക്ക് കടന്നു വന്ന് കണ്ണീരിന്റെ കഥ പറഞ്ഞ അവളാണ് ലോകത്തിലെ പെണ്ണെന്ന് പറയുന്ന ഭാവനയാണ്. ഇതിലൂടെ സമകാലീന സമൂഹം ഈ ലോകത്തിന്റെ സ്ത്രീകളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളെ, ഒരു പെണ്ണ് പെണ്ണാകുന്നത്, ഒരു സ്ത്രീ സ്ത്രീയാകുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് 3 കടപ്പാടുകളുണ്ട്. അവർക്ക് 4ാമത്തെ കടപ്പാട് വരുന്നത് 3 കടപ്പാടിന് ശേഷമാണ്. ആ കടപ്പാട് എന്നറിയേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഉള്ളു തുറന്നു പറയാ. ആ 1ാമത്തെ കടപ്പാട് നിന്നെ വളർത്തിക്കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, ആ മാതാപിതാക്കളോടുള്ള കടപ്പാടാണ് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാടെങ്കില് ആ കടപ്പാട് എന്റെ ജീവിതത്തിലെ ഏറ്റവും ചീത്ത പെണ്ണാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ആരാ ഫാത്തിമയാരാ? ചരിത്രം കൗതുകത്തോടെ കാണുന്ന
എത്ര പേരുകളാണ് ഫാത്തിമയ്ക്ക് ചരിത്രം നൽകിയത്, എത്രയെത്ര ചെല്ലപ്പേരുകളാണ്, എത്രയെത്ര ഓമനപ്പേരുകളാണ് ചരിത്രം ഫാത്തിമയ്ക്ക് നൽകിയത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കരളിന്റെ കസരത്തിന് എത്രയെത്ര പേരൊക്കെയാണ്. ഉമ്മുൽ ഹുസൈൻ, ഹുസൈന്റെ ഉമ്മ, ഉമ്മുൽ ഹസൻ, ഹസന്റെ ഉമ്മ, ഉമ്മുൽ അഇമ്മ. ലോകത്തിലുള്ള മുഴുവൻ ഇമാമിങ്ങളുടെ ഉമ്മയെന്ന് പരിചയപ്പെടുത്തിയ എന്നെ കേൾക്കാനൊറ്റം ഒരുക്കുമ്പത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങൾക്കുള്ളതുപോലെ ഒരു പേരല്ല, രണ്ടുപേരല്ല, ചരിത്രത്തിന്റെ എത്രയോ ദശാസന്ധികളിൽ ഫാത്തിമയെ പറയാൻ ചരിത്രകാരന്മാരുടെ പേര് പോലും പറഞ്ഞു അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. ഉമ്മുൽ അഇമ്മ, ലോകത്തുള്ള ഇമാമിങ്ങളുടെ നേതാവ് എന്നൊരാ സത്യസന്ധ, അസ്സദീഖ സത്യസന്ധ, അൽ മുബാറക, അത്താഹിറ, അസ്സകിയ, അറാലിയ, അൽ ബതൂൽ, അസ്സാഹിറ. എത്രയെത്ര എണ്ണിയാലൊടുങ്ങാത്ത പറഞ്ഞാതിരാത്ത അർത്ഥകൃതങ്ങളുടെ അർത്ഥവാദാനകളുടെ അനന്തമായ സാഗരം തീർത്ത ചരിത്രത്തിന്റെ പൂർണ്ണമില്ലാത്ത സമസ്യയെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുമോളെ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ചരിത്രം പേര് വെച്ചു കൊടുത്തപ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾക്ക് ചരിത്രം വെച്ചു കൊടുത്തൊരു പേര് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ലോക ചരിത്രത്തിൽ പെണ്ണിന് ഇങ്ങനെ ഒരു പേര് കിട്ടിയിട്ടില്ല. ആ പേരാണ് ഉമ്മു അബീഹ. ഉമ്മു അബീഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകചരിത്രത്തിൽ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ഇതേവരെ ചരിത്രത്തിലെ സമാനതയുള്ളൊരു പദങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. അത് മറ്റൊന്നുമല്ല, ഉമ്മു അബീഹ. ഉമ്മു അബീഹ. അവളുടെ വാപ്പയുടെ ഉമ്മ, അവളുടെ വാപ്പയുടെ ഉമ്മ. അതാണ് ചരിത്രകാരൻ പറഞ്ഞത്. മദർ ഓഫ് ഹെർ ഫാദർ, മദർ ഓഫ് ഹെർ ഫാദർ, അവളുടെ വാപ്പയുടെ ഉമ്മ. ലോക ചരിത്രത്തിൽ ഒരുത്തിനെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഉമ്മ അബീഹ. എത്രയെത്ര വാക്കുകൾ! ഫാത്തിമ, ബത്തൂൽ, സഹറ, സക്കിയ, മഹ്മൂദ, താഹിറ. ഈ പേരിന്റെ കൂടെ ചരിത്രത്തിൽ ഒരു രജതനാമമുണ്ട്. അതാണ് ഉമ്മു അബീഹ, അവളുടെ വാപ്പയുടെ ഉമ്മ. ഓരോ മാതാപിതാക്കളും കൊതിച്ചോളിയത് കേൾക്കുമ്പോ എല്ലാ മാതാപിതാക്കൾക്കും ഉപ്പമാർക്കും പറയാനുള്ളത് പെമ്മക്കളെ കുറിച്ചുള്ള ആവലാതിയ. ഉസ്താദേ, മക്കളെ എങ്ങനെ വളർത്തണമെന്നറിയില്ല, അവൾ അയാളുടെ കൂടെ പോയി, ഇയാളുടെ കൂടെ പോയി, എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുല്യതയില്ലാത്ത ഒരു നാമമാണ് ഉമ്മ അബീഹ, അവളുടെ വാപ്പയുടെ ഉമ്മ. ഇത് പറയാൻ കാരണമുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കൊന്ന് സലാത്ത് പറ. നിങ്ങൾ സലാത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഡൗൺ ആവും. ഇത്രയും ഫോഴ്സിൽ ഞാൻ പ്രസംഗിച്ചിട്ട് നിങ്ങൾക്ക് സലാത്തില്ല എന്ന് പറഞ്ഞ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഉറക്കെ പറ. മുമ്പിലിരിക്കുന്ന ആളുകൾ ചെല്ലി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ തീർന്നില്ല, പോരാ. അതിന്റെ ഒരു പവറിൽ അങ്ങോട്ട് എത്തിയില്ല മോനെ. ആ ഒരു പവർ വേണ്ട, വല്ലാത്തൊരു പവർ. പ്രേമം കണ്ടപ്പോഴുള്ള പവർ. ചുവന്ന തുണിയും കറുത്ത ഉടുപ്പും തീർന്നിട്ട് ഇതുവരെ പൂതി തീർന്നിട്ടില്ല. പക്ഷെ നമുക്കതൊക്കെ ചർച്ച ചെയ്യാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, ആരുടെയെങ്കിലും മുമ്പിൽ എന്റെ പേര് പറയപ്പെട്ടിട്ട് ആ പേര് കേട്ടിട്ട് ആരെങ്കിലും സലാത്ത് പറയാൻ മറന്നുപോയാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴിമറന്നു പോയവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന് സ്വർഗത്തിലേക്കുള്ള വഴിമറന്നു പോയവനാണ്. വഴിമറന്നു പോയവൻ എങ്ങനെയാണ് സ്വർഗത്തിലെത്തുക? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും വില ചിന്തയായ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരേ ഒരു പാതയേ ഉള്ളൂ. ആ പാത മറ്റൊന്നുമല്ല. കണ്ണനാണെന്ന് ഈ ഗ്രൗണ്ടിൽ നിന്നിട്ട്
പാതിരാതിൽ ഉറക്കച്ചെടുക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നഗരയും നീതിനീതിനെ കേൾക്കാൻ ചെയ്യുക. മലപ്പുറം പാലക്കാട് ജില്ലയുടെ അല്ലങ്ങകലെ എറണാകുളം ജില്ലയുടെ അതിർത്തി പ്രദേശത്തിൽ നിന്ന് പോയി സദസ്സിലേക്ക് പ്രവഹിച്ചിരുന്ന പതിനായിരങ്ങളോട് ഞാൻ എന്റെ ശൈലി മാറ്റുകയാണ്. ഇനി സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന ഒതുങ്ങി കേൾക്കുന്ന സലാത്തുകൾ നാം ചൊല്ലുന്നത് നാം പഠിക്കുന്നത് അതാണ് നാളെ പരലോകത്തേക്ക് നമുക്ക് ബാക്കിയുണ്ടാവുക. പങ്കാളികളുടെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, നാളെ പരലോകത്തേക്ക് ഒരു വഴി തുറക്കാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടമായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മഹിതമായ ഗർഭവാസത്തിലാണ് ഫാത്തിമ പൂജാരയാവുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചിട്ട് ഞാൻ ഏറെ വിശദീകരിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു പെണ്ണിന്റെ കടപ്പാടുകളുടെ ഭാഗം ജീവിതത്തിൽ ഖുവൈലിദിന്റെ കോടിപതിയായ ഖുവൈലിദിന്റെ മകളായി കടന്നു വന്ന് അവസാനം ദാരിദ്ര്യത്തിന്റെ വറുതിയിലേക്ക് കടന്നുപോയ ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉത്താന പഠനങ്ങളിലെ സങ്കടങ്ങളിലെ സന്താപങ്ങളിലെ ഒരേപോലെ പങ്കാളിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുമ്പോ ആ പ്രിയപ്പെട്ട കുടുംബത്തിലാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ജനിച്ചു വീണത്. ഓടുപടിയായി കടന്നു വരുമ്പോഴും ഹബീബായ മുത്തിന്റെ ചാരത്ത് നിന്ന് തന്റെ ശരീരത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ വാപ്പതന്നു വിട്ട സ്വത്തുക്കൾ എല്ലാം എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സമക്ഷത്തിലേക്ക് പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ കൊടുത്തുവിട്ട് സമർപ്പിച്ചു പോയ പ്രിയപ്പെട്ട ഉമ്മാടെ മകളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആദ്യമാവനാട് പറയുന്നത് എന്റെ പെൺമക്കൾ അങ്ങനെ അവസ്ഥാറ്, എന്റെ ആൺമക്കൾ അങ്ങനെ അവസ്ഥാറ് എന്ന് പറയുന്ന വിശുദ്ധമായ ഖുർആന്റെ ആയത്തിന് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല കൃഷിസ്ഥലത്തിലെ നല്ല കൃഷി ഉണ്ടാവൂ എന്നല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് പെണ്ണിനെ കുറിച്ചാ. നല്ല വീട്ടിലെ നല്ല മോള് പിറക്കൂ, നല്ല ഗൃഹാന്തരത്തിലെ നല്ല പെണ്ണ് പിറക്കൂ. വാപ്പയും ഉമ്മയും എങ്ങനെയാണ്? ഇബ്രാഹിം നബിക്കും ഹാജറാ ബീവിക്കുമാണ് ഇസ്മായിൽ പിറക്കുക. അല്ലാഹുവിന്റെ റസൂലിനും ഖദീജ ബീവിക്കുമാണ് ഫാത്തിമ പിറക്കുക. എല്ലാ ഗുരുതകളും വ്യാകുലതകളും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ദീനിനു വേണ്ടി സമർപ്പിച്ച് യാതൊരുവിധ പരാതികളില്ലാതെ പട്ടിണി കിടക്കേണ്ടി വരുമ്പോഴും ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നിട്ട് ഖദീജ ബീവിയോട് പറഞ്ഞല്ല, ഖദീജ വെക്കുന്നു, ഖദീജ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അങ്ങയുടെ കയ്യിലേക്ക് എടുത്തു വരാനൊരു കാലക്ക പോലുമില്ല നബിയേ. എല്ലാം കൊടുത്തു നമ്മുടെ വീട് പട്ടിണിയില്ല. ഇനി അവസാനം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിശന്ന വയറുമായി വരുമ്പോ ഒന്നും കൊടുക്കാറില്ലാതെ കിടന്നിറങ്ങുന്ന രണ്ടുപേരും മൂടിപ്പറച്ച് കിടക്കുന്ന കമ്പിളി പുറപ്പെടുത്ത് അതല്ലാതെ പിന്നെ ആ വീട്ടിലൊന്നും ബാക്കിയില്ല. പുറച്ചു കിടക്കുന്ന കമ്പിളി പുറപ്പെടുത്ത് കയ്യിലേക്ക് വെച്ച് ഇത് കൊണ്ടുപോയി മക്കാച്ചന്തയിൽ വിളിച്ചു നബിയേ. എന്നിട്ട് കാരൊക്കെ വാങ്ങിച്ചു നബിയേ, നബിയേ നല്ല ഭർത്താവേ എന്ന് വിളിക്കാതെ പ്രിയപ്പെട്ട സമർപ്പണത്തിന്റെ പ്രതീകമായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ മൂടിപ്പുറച്ച് കിടക്കുന്ന കമ്പിളിപ്പുറപ്പം പിടിച്ച് ഉക്കാവാ ചന്തയിലേക്ക് തന്നെ ഈ കമ്പിളിപ്പുറപ്പൊന്ന് വാങ്ങിക്കുമോ? കുറേശികൾ ബഹിഷ്കരണം നടത്തിയതുകൊണ്ട് ഒരാൾ പോലും വാങ്ങിക്കാൻ തയ്യാറായില്ല. അറിഞ്ഞാൽ അബൂജഹൽ പ്രശ്നമുണ്ടാക്കും. തന്റെ കമ്പിളിപ്പുറത്തും കയ്യിൽ പിടിച്ചുക്കോളോ ചന്തയിലൂടെ കച്ചവടക്കാരുടെ മുമ്പിൽ ഇതാരെങ്കിലും വാങ്ങിക്കുമോ? കച്ചവടക്കാർ ബഹിഷ്കരണം കാരണത്താൽ കൈമലർത്തുമ്പോ അവസാനം ദിനങ്ങൾ പറഞ്ഞില്ലേ, ഇതിന്റെ പ്രതിഫലം നിങ്ങൾ എനിക്ക് തരണ്ട, ഈ കമ്പിളി പുറത്ത് വാങ്ങിച്ചിട്ട് എന്റെ ഖദീജ വീട്ടിന് പട്ടിണിയാണ്, ഞങ്ങൾക്ക് കഴിക്കാനൊരു കുമ്പിളിക്കാരൊക്കെ തന്നാ മതി എന്ന് പറഞ്ഞ് ഒരാൾ പേര് സമ്മതിക്കാതെ കമ്പിളി പുറത്തും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ പൊട്ടിക്കരഞ്ഞു കണ്ട് ഖദീജ ബീവിയോട്, ഖദീജ ഇത് വാങ്ങിക്കാനാരും കൂട്ടാക്കുന്നില്ല മോള്, അതുകൊണ്ട് ഇവിടെ കിടന്നാല് പറ്റില്ല. സുബൈബ് താലിബിന്റെ മനഞ്ചെരുവിൽ പോയിട്ട് കായും കഴിയും എന്നിട്ട്
കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞതെന്തെന്നറിയോ? പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബിവിയോട് സലാം പറഞ്ഞ് മലഞ്ചെരിവിന്റെ മണൽ പരപ്പിൽ പോയി കരിങ്കല്ല് തലയണയാക്കി വെച്ച് പത്നിയോടെ കിടന്നിറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അവസ്ഥ കണ്ടിട്ട് ഖദീജ പൊട്ടിക്കറിയുമ്പോ ഇതെല്ലാം കണ്ടുകൊണ്ട് മറുഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നൊരു പാവാടക്കാര് പ്രായക്കാര് പെണ്ണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ തന്റെ ഉപ്പയും ഉമ്മയും അനുഭവിച്ച ത്യാഗം കണ്ടിട്ടാണ്. ആ ത്യാഗം ദീനിന്റെ പേരിലാ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് പേരിലാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടിയാ. പണപ്പുറത്തിന്റെ സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കാൻ തന്റെ ഉപ്പ കരുത്തിൽ കിടക്കുന്നതല്ലോ, ഉപ്പാദന്റെ ഉമ്മ കരുത്തിൽ കിടക്കുന്ന കണ്ടാവരണങ്ങൾ ഉപ്പാന്റെ കയ്യിലേക്ക് സമർപ്പിച്ചിട്ട് പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് വളർന്ന മോളാ ഫാത്തിമ. അല്ലാതെ കോൺക്രീറ്റ് സൈഡത്തിൽ നിന്ന് രാജകീയ നൗകേരേര് പന്തിനച്ചത്ത ഹോട്ടലിന്റെ പിന്നാമ്പുരങ്ങളിൽ സുഖം തേടി വലയുന്ന ശ്വാനസൈന്യ പ്രദർശന മത്സരത്തിന് സമ്മാനം ഓടിച്ച് കുമരേറിയ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലെടുത്ത് പാടിയിട്ടുണ്ട്. പട്ടണത്തിലെ കൊച്ചമ്മമാരുടെ സൊസൈറ്റി ജീവിതം കണ്ടിട്ട് വളർന്നവളല്ല ആ പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആദ്യമായിട്ട് തന്റെ പെൺമക്കൾ മുഴുവനെ കാമുകന്റെ കൂടെ ഒളിച്ചോടുമ്പോ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി അന്യമതസ്ഥക്കാരായ ചെറുപ്പക്കാരെ വരയിൽ കുടുങ്ങേണ്ടി പെൺമക്കൾ വിട്ടുപോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا. നല്ല കൃഷിഭൂമിയില് നല്ല കൃഷി ഉണ്ടാവൂ. വാപ്പയും ഉമ്മയും കണ്ടിട്ടാണ് മക്കൾ വളർന്നു വരിക. തന്റെ പ്രിയപ്പെട്ട ഉമ്മ അവസാനം വിട പറയുന്ന നേരന് ഫാത്തിമ റളിയല്ലാഹു തആല വിട പറയാൻ കിടക്ക. അബൂബായിലിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് സാത്താരയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ 2-3 വെടികളാക്കി തീർന്ന് ഖദീജ. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹാ, 2 ഫാത്തിമ. ഒന്ന് തന്റെ ഭാര്യ പുത്രന് നമ്മൾ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ അങ്ങനെ ആക്കി തരണേ അല്ലാഹുവേ. ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഇതപ്പുറം എന്താണുള്ളത്? 2 വെടിയാണ് കിട്ടിയിരുന്നത് ഭാര്യ ഖദീജ. ഭാര്യ 3 വെടിയായാൽ ഏത് പ്രയാസത്തോടെ പുഞ്ചിരിയോടെ ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയുടെ പുഞ്ചിരി കണ്ടാൽ മായാത്ത ഹൃദയത്തിന്റെ ദുഃഖമേതാ. ഭാര്യയുടെ സമാനമില്ലാതെ കടപ്പറയിൽ ഉറക്കമില്ലാതെ കിടക്കുമ്പോ കൈയെടുത്ത് എന്റെ അറിയിക്കുന്നത് ഞാനില്ലേ കൂടെ എന്ന് ഭാര്യ പറയുമ്പോ ആ സമയത്ത് ഹൃദയത്തിൽ അത് തരാൻ ഭാര്യക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഭാര്യമാര് തളർന്നാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽക്കൂര വീണു. ഭാര്യയാണ് കുടുംബത്തിന്റെ മേൽക്കൂര. അവളില്ലാത്ത വീട്, വിളക്കില്ലാത്ത കുടില് പോലെയാണ് അല്ലാഹുവേ. ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കളെ പ്രസവിച്ചു തന്നവർ, ഞങ്ങളുടെ മക്കളെ വളർത്തി തന്നവർ, ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്ത് മാറേ നൽകണേ. ദാമ്യം പറയാത്ത അത്രയ്ക്ക് സ്നേഹമില്ല ഇല്ല. എനിക്ക് ഭയങ്കര സ്നേഹം. അവർക്ക് ആഫിയത്ത്. റസൂലിന്റെ ജീവിതത്തിലെ 2 ഊന്നുവടികളാണ്. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, 2 ഫാത്തിമ. ഭാര്യയും മകളും ദീനാൻ പോകുന്ന സമയത്ത് നമ്മളെ താങ്ങിപ്പിടിച്ചാൽ പിന്നെ ഒരു ഉപ്പാക്ക് ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടത്? അവനെ മരിക്കുന്ന നേരെ കോടിപതിയുടെ മകൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാറില്ലാതെ ഒരു കമ്പിളിപ്പുറപ്പിന്റെ അല്ലെങ്കിൽ ഒരു തെരപ്പാത്രത്തിൽ നിന്ന് കമ്പിളിപ്പുറപ്പിന്റെ ഒരു ഭാഗം നനച്ചിട്ടെടുത്തിട്ട് പല്ലിന്റെ ഇടയിലേക്ക് വെള്ളത്തുള്ളി കൊണ്ട് തൊണ്ട നനച്ചിട്ട് കിടക്കുമ്പോ ഹബീബായ രവിതങ്ങൾ പറഞ്ഞു ഖദീജ സഹിക്കാൻ കഴിയുന്നില്ല ഖദീജ. എന്താണ് നബി? കോടിപതിയുടെ മകളായ നീ എന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് നിനക്ക് അവസാന ഇങ്ങനെ വിടുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ആ സമയത്ത്
അള്ളാന്റെ റസൂലിന്റെ കരങ്ങളിൽ പിടിച്ചിട്ട് നബി എനിക്ക് പരാതികളില്ല, നാളെ സ്വർഗത്തിലെത്തുമ്പോ അങ്ങയുടെ ഭാര്യയായിട്ട് ഖദീജയുണ്ടാകാൻ ദുആ ചെയ്യണേ നബി എന്ന് പറഞ്ഞിട്ട് ശ്വാസം അവസാനിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കണ്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഫാത്തിമ. എന്റെ പൊന്നുമങ്ങളെ, ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്റെ ഉമ്മാടെ തണൽ നഷ്ടപ്പെട്ടു പോയാ ഉമ്മയുടെ ആളും അവൾ നഷ്ടപ്പെട്ടതുപോലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. പൊട്ടിക്കരേത് ഉമ്മ തന്നെ മടിയുടെ ഭാഗത്ത് നിന്നൊരു ചെറിയ മാറെ മകളിൽ തലയത്താമട്ടാറ ഉച്ചദുർഗന്ധത്തിന് കിടന്ന് സമയത്ത് വീട്ടിലുള്ള ആറ് പെട്ടെന്നെത്തുമ്പോൾ മക്കൾ മുഴുവനും ആ സംഭവം നോക്കി ഉപ്പാടെ കൈ പിടിച്ചുകൊണ്ട് പോയി സരിമൊഴി സുഗന്ധം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയോ എന്റെ ഉപ്പാടെ കൊണ്ടുവന്ന് വീടിന്റെ ഭാഗത്തിലെത്തി തൽപ്പാത്രത്തിൽ ആ കുറിച്ച് വൃത്തിയാക്കുന്ന ഫാത്തിമ. ഒരു വാപ്പടയുന്നത് പോലെ, ഒരു ഉമ്മ മകനെ കുളിപ്പിക്കുന്നത് പോലെ, ഒരു ഉമ്മ മകളെ കുളിപ്പിക്കുന്നത് പോലെ ഉമ്മാന്റെ ശരിയത് കാണുന്ന ആ പുണ്യ എന്ന് പറയുന്നത് സാന്ത്വനിപ്പിക്കാൻ ഉമ്മയില്ല, ഹബീബില്ല. ഒരേ ഒരു സാന്ത്വനം ഞാൻ മാത്രമാ. ചരിത്രത്തിന്റെ വൈദ്യനെ പുറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ വിസാരത്തിന്റെ മുടിയിടകളിൽ തന്റെ കയ്യിൽ വെക്കുന്ന വെള്ളം കൊണ്ട് കുളിപ്പിച്ചു വാണ്ട് ആ പിതാവിന്റെ ശരീരം വൃത്തിയാക്കുമ്പോ ചരിത്രം അതുകൊണ്ടാണ് പറഞ്ഞത്. അവളോന്ന് പറഞ്ഞത് കുമാരനാശാപോടുമാ സംഭവം ുന്നുണ്ട്. അയ്യോ മൺകൊണ്ട് അഭിഷിക്തനായി പിരിഞ്ഞുവല്ലോ മതസാർവഭൗമന് മണ്ണിൽ കുളിച്ചോരു ഗജൽക്കണത്ത് മന്ദം നടന്ന ആത്മഗൃഹത്തിലെത്തി. കുമാരനാശാൻ പറയുന്നുണ്ട്, എത്ര വലിയ സംഭവമാണത്. ഒരു ഉമ്മയെപ്പോലെ കുളിപ്പിച്ചു കൊടുത്തു തന്റെ പ്രിയപ്പെട്ട ഉപ്പാടെ താങ്ങൻ തണലുമായി ഫാത്തിമ. പറ ഫാത്തിമ റളിയല്ലാഹു അൻഹ പെങ്ങളെ എങ്ങനെയാണ് കഴിയുക, എങ്ങനെയാണ് കഴിയുക? ആദ്യം ഒരു പെണ്ണ് ചെയ്യേണ്ടത് മാതാപിതാക്കളോട് കടമ. കഴിഞ്ഞ വർഷം ഏതാണ്ട് റമദാന് മുമ്പ് കണ്ണൂർ ഞാൻ വളർന്നു പോകുമ്പോ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലേക്കൊരു പിതാവെന്നെ കാണാനെത്തി. തിരക്കിലേക്കിടയിലേക്ക് വന്നിട്ട് ഉസ്താദോട് സങ്കടം പറയാ കാത്തു നിന്നടാ. എല്ലാ സീഡികളും കേൾക്കാറുണ്ട്, പ്രസംഗം കേൾക്കാറുണ്ട്, ദുആയിൽ പങ്കെടുക്കാറുണ്ട് ഉസ്താദ്. ഞാൻ ചോദിച്ചു, എന്താണ് ആ മനസ്സിന് പറയാൻ കഴിയാതെ പൊട്ടിക്കരയാ. അയാളെ കവിത്തടത്തിലൂടെ കണ്ണുനീര് തടമ്പില്ലാത്തിടുകയാ. ഉസ്താദ് 28 വർഷം ഗൾഫിന്റെ മണ്ണിൽ ജോലി ചെയ്തിടാ. അവിടെ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി പാതിരാ സമയത്ത് മുഴുവനും ഉറക്കമളച്ചിട്ട് ഞാൻ എന്റെ ഭാര്യയും മക്കളും വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോ അവര് സുന്ദരമായ റൂമിൽ പട്ടുമത്തിൽ കിടന്നുറങ്ങുമ്പോ ആ സമയത്ത് രാത്രിയൊന്നില്ലാതെ പകലൊന്നില്ലാതെ ഉറക്കമളച്ചിനാ ജോലി ചെയ്തതാ. കാരണം എന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചേക്കണം, നല്ല സ്വർണ്ണാഭരണങ്ങളുണ്ട്, സന്തോഷത്തോടെ പിറന്നേക്കണത്. അവള് പ്ലസ് 2 കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉപ്പാരിക്ക് BDS കയറണം, എന്റെ മോൾക്ക് BDS കയറാ. ലോണെടുത്തു സാറേ ബാങ്കിൽ നിന്ന് അടവ് തട്ടിക്കാറാകട്ടെ വേണ്ടി ഞാൻ രാത്രിയിലും ജോലി ചെയ്യും, പകലിറങ്ങേണ്ട സമയത്ത് ഇറങ്ങാറില്ല, പകലും ജോലി ചെയ്യും. അങ്ങനെ അവസാനം അവൾക്കൊരു കല്യാണാലോചന കണ്ടു. ആ കല്യാണാലോചനയ്ക്ക് വേണ്ടി കുറെ വർഷങ്ങളായി ഞാൻ ഗൾഫിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ശേഖരിച്ചു വെച്ച സമ്പത്തെല്ലാം എടുത്തിട്ട് നാട്ടിൽ വന്നു. ആളുകാരോട് പറഞ്ഞു, വെല്ലുവിളിക്കാളികളോട് പറഞ്ഞു, കല്യാണത്തിന് ചെറുക്കം കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പറഞ്ഞു, ഉപ്പാനിക്ക് കല്യാണ വിട്ടമാ. നാട്ടുകാർ മുഴുവനെ വിളിച്ചു കൂട്ടിയിട്ട് കല്യാണം വിളിച്ചതാ. കല്യാണത്തിന്റെ പന്തലുണ്ട്. സന്തോഷത്തോടെ കല്യാണ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പെണ്ണുപോലെ കല്യാണത്തിന്റെ വസ്ത്രമെടുക്കുമ്പോ അത് മാറുമെന്ന് കണ്ടിട്ട് ഞാൻ കരഞ്ഞു. സാറേ വാക്ക് വീട് നിങ്ങൾ വയലിനെപ്പോഴും പറയണം, ഏതെങ്കിലും ഒരു മക്കൾ
കുടുംബങ്ങൾക്ക് മാനസാന്തരമുണ്ടാവട്ടെ. തലേ ദിവസം കല്യാണത്തിന്റെ തലേ ദിവസം രാത്രിയായി രാത്രി കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നിറങ്ങി മൈലാഞ്ചി കല്യാണം കഴിഞ്ഞു. രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാൻ ഞാൻ നോക്കുന്ന എന്റെ മോളെ കാണുന്നില്ല. ഉമ്മാടെ നിലവിൽ നോക്കുന്ന മോളെ കാണുന്നില്ല. ഓടിച്ചെന്നവളുടെ കിടപ്പുമുറിയിൽ നോക്കുന്ന മേശപ്പുറത്തൊരു വെള്ളക്കടലാസുണ്ട്. അതിലെഴുതി വെച്ചിട്ടുണ്ട് ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന അയ്യമ്പത് ചെറുപ്പക്കാരനുമായിട്ട് 2 വർഷമായിട്ട് പ്രേമത്തില. ഞാൻ അവനുമായി തെളിച്ചോടുകയാന്ന് പറഞ്ഞ് പാതിരാവിന്റെ ഇന്നലെ പാതിരാതിയിൽ എന്റെ പ്രിയപ്പെട്ടവനോട് ചോർന്നു സാറേ അന്ന് തറന്നു വീണ് എന്റെ ഭാര്യ കുറഞ്ഞു വീണ ഭാര്യ ഇതേവരെ കിടപ്പറയിൽ നെടുവേറ്റിട്ടില്ല. ഇപ്പന്റെ അവസ്ഥ എന്താണെന്നറിയോ? BDSനെ പഠിപ്പിക്കാൻ വേണ്ടി ലോണെടുത്തിട്ട് ഗൾഫിൽ ജോലിയിലെത്തിട്ടുണ്ട്. എന്റെ കിടപ്പാടും തെറ്റിയിലായിട്ട് കിടക്കാം. ഞാൻ എന്റെ മക്കളും എന്റെ ഭാര്യയുമായിട്ട് എന്റെ ബാക്കിയുള്ള മക്കളുമായിട്ട് കിടക്കുന്നതിൽ ഇറങ്ങേണ്ട അവസ്ഥയാണ്. എനിക്കെന്റെ മോളിൽ നെറ്റപ്പെട്ട് അഭിമാനം നെറ്റപ്പെട്ടു പോയി സാറേ എന്ന് പറയുമ്പോ ശ്രമിച്ചുകൂടിയ പ്രിയപ്പെട്ട പെങ്ങളോട് എങ്ങനെയാണ് മോള് കട്ടപ്പെട്ട് വളർച്ച ഉപ്പ മുരിക്കും പെട്ടയിലും മൊറോടിലും ഒറ്റപ്പാറും ചന്തയിലുമൊക്കെ 90 കിലോയുള്ള 60 കിലോ ഭാരമുള്ള അല്ലെങ്കിൽ കിണ്ടലിന്റെ ചാക്കുമെടുത്തിട്ട് മുതുകിൽ നടന്നു പോകുന്ന ഉപ്പാനെ കണ്ടിട്ടുണ്ടോ? ആ ഉപ്പാടെ മുതുക പറഞ്ഞത് നിന്നെ കെട്ടിക്കാനുള്ള ജീവിതഭാരം മുതുകിലെത്തിയിട്ട. എങ്ങനെയാണ് പൊന്നുമോള് ഒരു ദിവസം വിട്ടാണ്ടിൽ വെച്ച് കാണുന്ന വെയിറ്റിംഗ് ഷെഡിൽ കാണിച്ചിട്ട് നിന്നെ മാംസം കണ്ടി തിളിച്ചു കാണിച്ച ഒരു ചെറുപ്പക്കാരന്റെ മുമ്പില് ഉപ്പാരോടും ഉമ്മാരോടും കടപ്പാടും മറന്നു പോയതെങ്ങനെയാ? അതുകൊണ്ട് എന്റെ പൊന്നുമോള് ജീവിതത്തിൽ ഓരോരാധേണ്ടത് ഏത് വീഴ്ചയും നിന്റെ ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് ഉപ്പാന്ന് വിളിച്ചിട്ട് ചാരത്തിലെന്ന ഫാത്തിമയായി മാറാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ജീവിതത്തിൽ നിങ്ങളുടെ നേതാവ് ഫാത്തിമയാ. മഞ്ജുവാര്യരൊന്നും നിങ്ങളുടെ നേതാവല്ല, ഇസ്ലാമിക്ക് നിങ്ങളുടെ നേതാവല്ല, ഐശ്വര്യാവായി നിങ്ങളുടെ നേതാവല്ല. നിങ്ങളുടെ നേതാവാറുന്നത് എന്നെ കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ മുരുക്കുംപെട്ടയിലെ പ്രിയപ്പെട്ട പെങ്ങളോട് അരമേറ്റത്തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാലത് ഫാഷനാകുമെന്ന് പറഞ്ഞ് യൂറോപ്പിന്റെ തീഞ്ഞുമാറിയ സംസ്കാരം എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയാ. വേറെ സ്ത്രീകൾക്ക് നാലേ നേതാവേ. അതാരെന്നറിയോ? ലോകത്തിലെ പെണ്ണുങ്ങൾക്ക് നാലേ നേതാവേ. അതാരെന്നറിയോ? അർബഅത്തുമിന സയ്യിദാത്തുന്നിസാ. 4 പേര് ലോക സ്ത്രീകളുടെ നേതാവാണ്. അതാരെന്നറിയോ പെണ്ണരെ? അതാരെന്നറിയുമോ? ഹോളിവുഡിന്റെ സിനിമാ താരങ്ങളല്ല. അതാണ് ഒന്നാരെന്നറിയോ? മറിയം ബിനത്ത് ഇമ്രാന്റെ റായവ് സ്വന്തത്താന പടച്ചറത്തെന്ന് പറഞ്ഞിട്ട് പോലും സ്വന്തം ഭർത്താവിന്റെ കൊട്ടാരത്തിൽ പട്ടമർശിയായി കിട്ടിയിട്ട് സ്വർണ്ണച്ചശകങ്ങൾ സ്വർണ്ണപ്പാനീയങ്ങൾ കൊടുക്കാനും ഒരു രാജാവിന്റെ രാജ്ഞിയുടെ ഉറക്കറയിൽ സർവമാന സുഖങ്ങളും കയ്യിൽ കിട്ടുമ്പോ സാക്ഷാത്സർവയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കൈകിട്ടേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പടച്ചറപ്പിന്റെ മുമ്പിൽ നിസ്കരിച്ച അവസാനം മലത്തിൽ കിടത്തിയിട്ട് സ്വന്തം പരിപാലനത്താൽ ഗുഹ്യസ്ഥാനത്തിലേക്ക് കുന്തം കയറ്റിയിറക്കുമ്പോ ആ കുന്തത്തിന്റെ അഗ്രഭാഗം എന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് കുത്തിയിറങ്ങപ്പെടുമ്പോ ഗുഹ്യസ്ഥാനത്ത് നിന്ന് രക്തം തടമ്പല്ലാത്തിടുമ്പോ അല്ലാഹു റബ്ബി ബിനിലി ഇന്നക ബൈതു ഫിൽ ജന്ന. പടച്ചറപ്പ് എന്റെ ശരീരത്തിലൂടെ രക്തം തടമ്പല്ലാത്തിടുകയാലും എന്റെ കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ടാൽ എന്തൊക്കെ സമ്മാനിച്ചാലും അതിനൊക്കെ പകരം നിന്റെ സ്വർഗത്തിലെ ഒരു ഭവനം നൽകി അല്ലോ. ഏത് വേദനയും ഞാൻ സഹിക്കാം റബ്ബേ, ഏത് പ്രയാസവും ഞാൻ സഹിക്കാം റബ്ബേ. പക്ഷേ അതിന് പകരം എനിക്ക് സ്വർഗത്തിൽ നീ ഒരു വീട് തരുമോന്ന് അവസാനത്തെ ശ്വാസം വിട പറയുമ്പോഴും പൊട്ടിക്കരഞ്ഞു പറയുന്നതിന് മുമ്പ് ആകാശത്തിന്റെ കവാടത്തിന് ജിബ്രീൽ വന്നില്ല കുഞ്ഞുകൾ. ആ ആകാശത്തിന്റെ കവാടത്തിന്റെ മേഘപ്പാളികൾ കൊട്ടാരമറിച്ചിട്ട് ആസിയ നിനക്ക് അല്ലാഹു നൽകിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ആസിയാവിനെ മറിയം അതിനെ ഭയമറാണ്. ഇമ്രാന്റെ മകളായ
രണ്ടത്തനാവ് ആബിന്റെ മസാഹിബ് മകളായ ഫറോവയുടെ പത്നി എന്ന് പറഞ്ഞില്ല, മസാഹിബിന്റെ മകൾ, മുസാഹിബിന്റെ മകൾ. കാരണം ആസിയാവിയുടെ ശരീരത്തിലെ ഫറോവ തൊട്ടിട്ട് പോലുമില്ല. എന്തെന്നറിയോ? ആസിയുടെ ശരീരം ഫിറൗനിന് തൊടാനുള്ളതല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗവജനി റബ്ബി ബീസിന്, എന്റെ റബ്ബനിക്ക് രണ്ടുപേരെ സ്വർഗത്തിൽ കല്യാണം കഴിച്ചു തരും. ഒന്ന് മറിയം ഇബ്നത്ത് ഇമ്രാൻ, രണ്ട് ആസിയ ബിന്തു മുസാഹിബ്, മുസാഹിബിന്റെ മകളായ ആസിയ. വിശാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭം ചെയ്ത് സ്വർഗത്തിന്റെ ഉളക്കറയിൽ കിടക്കേണ്ട ആസിയുടെ ശരീരത്തെ ഫറോവ തൊട്ടിട്ടില്ല. അതുകൊണ്ടാണ് ആസിയ ബിന്തു മുസാഹിബ്. മൂന്ന് ഖദീജ ബിന്തു ഖുവൈലിദ്, മൂന്നാമത്തേത് ഖുവൈലിദിന്റെ മകളായ ഖദീജ. ലോകസ്ത്രീകളുടെ മൂന്നാമത്തെ നേതാവ് ഖുവൈലിദിന്റെ മകളായ ഖദീജ. നാലാമത്തെ നേതാവാണെന്നറിയോ? ഫാത്തിമ ബിന്തു മുഹമ്മദ്. ഒന്ന് മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, മുഹമ്മദിന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. അതുകൊണ്ട് പ്രിയപ്പെട്ട കൗമാരത്തിനോട് ഫാത്തിമയെ റോൾ മോഡലാക്കുക. ഇന്നലെ കണ്ട ആളുകളെ കൂടെ പോകരുത്. വർഗീയ ശക്തികളുടെ ഈ വലിയ പ്രേമത്തിന്റെ മലയിൽപ്പെട്ട് വേശ്യാലയത്തിന്റെ മാസക്കച്ചവടത്തിൽ പോകുന്നപ്പോഴേ അവന് വേണ്ടത് നിന്റെ മാംസമാണ്, നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടത് നിന്റെ ജീവിതമാണ്. അതുകൊണ്ട് പെങ്ങളെ, ഫാത്തിമയെ പോലെ വജ്രശക്തിയുള്ള ഒരു ജീവിതത്തിന്റെ തുടക്കക്കാരിയാവുക. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ പെൺമക്കളെ കാക്കുമാറാകട്ടെ. ആമീൻ പറ ചെറുപ്പക്കാരാ, നീ നോക്കി വെച്ചിട്ടുണ്ടാവല്ലോ. ഈ ദുആ കണ്ടേ പറ്റൂ. കാരണം എന്താ? കാരണം ഇന്ന് പെണ്ണിന് വഴിപടയ്ക്കാൻ ഗവൺമെന്റ് സൗകര്യം ചെയ്തു കൊടുക്കുക. പെണ്ണിന് വരയ്ക്കാൻ ഗവൺമെന്റ് സൗകര്യം ചെയ്തു കൊടുക്കും. അതാണ് നമ്മുടെ കാലം. മനസ്സിലായില്ല? ഇല്ല. ഇവിടെ നിന്ന് ഒറ്റപ്പാലത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? എത്ര? പോകാറൊന്നുമില്ല വഴി. ഇവിടെ നിന്ന് ഒറ്റപ്പാലത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 4 കിലോമീറ്റർ. ആ ഒറ്റപ്പാലത്ത് പത്തനംതിട്ടയിലെ ഏതൊരു ചെറിയ ഗ്രാമപ്രദേശത്ത് പാവപ്പെട്ട മാതാപിതാക്കൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് മണിയെടുത്തിട്ട് ജീവിതത്തിൽ നെട്ടം തമ്മിൽ കെട്ടിവിട്ടിട്ടാ പാടുപെടുന്ന പാവപ്പെട്ട ഒരു ഓലക്കുള്ളിൽ കിടക്കുന്ന മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയായി വളർത്തിക്കൊണ്ടുവന്ന 3 പെൺകുട്ടികൾ അവർ രഹസ്യമായി ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ചാറ്റിലൂടെ അവസാന സ്കൂളിലേക്ക് പോയി സ്കൂളിലെത്തുന്നതിന് മുമ്പ് ലാപ്ടോപ്പ് അടക്കമുള്ള സാധനങ്ങൾ മുഴുവനും ടാബടക്കമുള്ള ഒരു സ്കൂളിന് മുമ്പിലുള്ള പെട്ടിക്കച്ചവടക്കാരന്റെ മുമ്പിൽ ഒളിപ്പിച്ചു സ്കൂളുകളിൽ തിരിച്ചുകൊണ്ട് നാട്ടുകാർക്ക് പറയാനുള്ള റേറ്റ് ബാംഗ്ലൂരിൽ പോയി ടാബ് വിട്ടിട്ട് പൈസ ഉണ്ടാക്കി ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നു. അവസാനം അവസരപ്പത കഥകളെ വെല്ലുന്നറിയടി മാതാപിതാക്കൾ ഒളിച്ചോടിപ്പോയ പെൺകുട്ടികള് അവസാനം ഒറ്റപ്പാലത്തെ റെയിൽവേട്ടാക്കിൽ മാസക്കഷണങ്ങളായി ചിതറിത്തെറിച്ചു പോകുമ്പോ ആ പെൺകുട്ടികൾ എന്തിനു പോയിട്ടാണ് ചിതറിത്തെറിച്ചത്? അവർക്ക് എന്ത് പറ്റിയടാ? അവസാനം റെയിൽവേട്ടാക്കിൽ ആത്മഹത്യ ചെയ്തപ്പോ മാതാപിതാക്കളെ വഞ്ചിച്ചിട്ട് ഫേസ്ബുക്കിലെ സുഹൃത്തിന്റെ കൂടെ ബാംഗ്ലൂരിൽ പോയി എന്തൊക്കെയോ സംഭവിച്ചപ്പോ എന്താണെന്നറിയില്ല, ഫീഹി മാ ഫീഹി സംഭവിച്ചിട്ട് റെയിൽവേ ട്രാക്കിൽ ആദ്യം പ്രതിപക്ഷ നേതാവ് പോയി. പ്രതിപക്ഷ നേതാവ് പോയാൽ പിന്നെ മുഖ്യമന്ത്രി പോകാതിരിക്കോ? അവസാനം മുഖ്യമന്ത്രി പോയി. ഗവൺമെന്റ് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു 3 പെൺകുട്ടികൾക്ക്. എന്താ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ബ്രിട്ടീഷുകാരന്റെ വെടിയേറ്റ് മരിച്ചത്? അതേ സമയത്ത് കൊല്ലം ജില്ലയിലെ കടപ്പുറത്ത് സ്കൂളിൽ നിന്ന് വിനോദയാത്ര, പഠനത്തിന് വേണ്ടി വിനോദയാത്ര പോയപ്പോ കൊല്ലത്തെ കടലിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ ആൺകുട്ടികൾ മുങ്ങി മരിച്ചു. പ്രതിപക്ഷ നേതാവും പോയില്ല, മുഖ്യമന്ത്രിയും പോയില്ല. 5 ലക്ഷം പോയിട്ട് 5 രൂപ പോലും നഷ്ടപരിഹാരവും കൊടുത്തില്ല. യഥാർത്ഥത്തിൽ എന്താ ഇവിടെ ചെയ്തത്? വീട് വിട്ടിറങ്ങി ഒളിച്ചോടിപ്പോയ പെണ്ണ് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തപ്പോ അവർക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം. വിനോദയാത്രയ്ക്ക് സ്കൂളിലെ സ്റ്റഡി ടൂറിന്റെ ഭാഗമായി മരിച്ച ആൺകുട്ടി
പഞ്ചായത്ത് മെമ്പർ പോലും തിരിഞ്ഞു നോക്കിയില്ല. അതിന്റെ അർത്ഥം എന്താ? ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നതായിട്ട് ഇതിന്റെ ആവറ വളിച്ചു കെട്ടുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? വീട്ടിൽ ലോൺ എടുത്താൽ പിന്നെ അടയ്ക്കാൻ ഏതല്ലെങ്കിൽ ഒന്നിനെ കൊണ്ട് റെയിൽവേ പാളത്ത് തള്ളിയിട്ട പോലെ. ലോകത്ത് മുഴുവനും പെണ്ണിന്റെ തോന്നിയാസത്തിന് ശക്തി പകരുകയാണ്. എന്നാൽ ആൺകുട്ടികൾക്ക് 5 റുപ്യ കൊടുത്തോ? കൊടുത്തോ? ഇല്ല. അവരെന്ന വിനോദയാത്രയ്ക്ക് സ്റ്റഡി ടൂറിന്റെ ഭാഗമായിട്ട് പോയി മരിച്ചവരാ. മയ്യത്ത് പോലും കൊണ്ട് ഒരു ആംബുലൻസ് കിട്ടിയില്ലെന്നാ പിന്നീട് പറഞ്ഞത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആമീമർ മനുഷ്യന്മാര് ആമീൻ കെട്ടിട്ട് ഒരു ബോധം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇൻഷാ അല്ലാഹ് കുറെ ബോധമില്ലാത്തവർക്ക് ബോധമുണ്ടാക്കാൻ ഈ സദസ്സ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തെ നമ്മുടെ ന്യൂ ഇയർ പ്രഭാഷണം നിങ്ങൾക്കൊക്കെ വേണ്ടി വല്ലപ്പുഴയിലാണ്. എല്ലാവരും ഡിസംബർ 31 1 കോടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ന്യൂ ഇയർ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം വല്ലപ്പുഴയില്ല. നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. എല്ലാവർക്കും എത്താൻ വേണ്ടി. ഇൻഷാ അല്ലാഹ് എല്ലാവരും എത്തൂലേ? എത്തണവരൊക്കെ ഒന്ന് കൈബുക്ക് നോക്കട്ടെ. കസേര എടുക്കാനാ. മാറ്റിട്ടെ. 1 കോടി ഇസ്തിഗ്ഫാർ എന്ന് ചൊല്ലും. അള്ളാഹു സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ. എന്താ കേരളത്തിന്റെ അവസ്ഥ? കേരളത്തിലെ അവസ്ഥ ഇന്ന് പെണ്ണ് ആണായി. അടൂര് എഞ്ചിനീയറിംഗ് കോളേജിൽ ഓണാഘോഷം നടത്തിയപ്പോ ലോറിയുടെ പുറകിൽ തൂങ്ങിപ്പിടിച്ച് നടന്നത് ചുരിദാറിട്ട മലയാളി പെൺകുട്ടികളാ. പണ്ടൊക്കെ വണ്ടിയുടെ ലോറിയുടെ ബാക്കിൽ തൂങ്ങിക്കിടക്കുന്ന ആൺകുട്ടികളാണ്. ഇന്നലെ പെൺകുട്ടികളായി മാറി. ഓണാഘോഷം എന്ന പേര്. ചുരിദാറിട്ട പെൺകുട്ടികള് ലോറിയുടെ പുറകിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുക. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, സാരി ഉടുക്കാത്ത മോശമായി പോയി. എന്റെ പൊന്നു സഹോദരങ്ങളെ, എന്തായി കാണുക? ഇന്ന് പെണ്ണെന്ന് പറഞ്ഞാൽ വെളിയിലിറങ്ങണമെന്ന് വാപ്പയോടും ഉമ്മയോടും അവർക്ക് കടപ്പാടില്ല. പക്ഷെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വല്ലാത്തൊരു സ്നേഹമായിരുന്നു. അതേത് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വിവാഹപ്രായമെത്തി. ബക്കറ്റ് എടുക്കാനുള്ള വാളായില്ല. ഞാൻ പറയാം, സംഘാടകർക്ക് വിഷമാ. ബക്കറ്റ് എടുക്കാറായോ? മുത്തലിബാക്ക ഒരു 2.5 വർഷം മുമ്പ് പെരിന്തൽമണ്ണ ഹൈടെക്സ് ഹോട്ടലിൽ ഞാൻ ഇരിക്കും. എന്റെ അടുത്തോണ്ട് ചോദിച്ചാ പിന്നെ ഞാൻ മറന്നുപോയി. പിന്നെ വളരെ അവിചാരിതമായ എന്റെ സുഹൃത്ത് ഹസന്റെ വീട്ടിലൊന്ന് വന്നപ്പോ പെട്ടെന്ന് കണ്ടുകൊടുത്തൊരു ഡേറ്റാണിത്. അത് ഞാൻ പറഞ്ഞു, നെല്ലിക്കുറിശിക്കാർ അനുവാദം തരികയാണ് തരാന്ന് പറഞ്ഞു. അവർ അനുവാദം കൊടുക്കുകയും ചെയ്തു. 2.5 വർഷം മുമ്പ് അദ്ദേഹം എന്നോട് വന്ന് കണ്ടതാണ്. ഞാൻ പിന്നീട് ഇത് മറന്നുപോയി. അതായത് അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല ഒരു സദസ്സ് ഒരുക്കിയതിൽ അവർ നന്നായി പരസ്യവും പ്രചരണവും ഒക്കെ അവർ നടത്തിയിട്ടുണ്ട്. നന്നായിട്ട്. നെല്ലിക്കുറിശില്ലേ? മാഷാ അല്ലാഹ്, വലിയ സന്തോഷം. ഞാൻ സെക്കൻഡ് നിങ്ങളെല്ലാം വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചിരുന്നു. അന്ന് സൗണ്ട് ഇല്ലാത്തതാണ്. അന്ന് വന്നാൽ ഒട്ടുണ്ടാവൂല. 17-ാം തീയതി 19-ാം തീയതിയാണ് നെല്ലിക്കുറിശിയിൽ പോലെ അല്ലേ? 19. 17-ാം തീയതി കോട്ടയ്ക്കൽ പ്രസംഗിക്കുമ്പോ സൗണ്ട് പോയി. വീട്ടിൽ ചെന്നപ്പോ അത്ര ഗൗരവമായിട്ട് ചിന്തിച്ചില്ല. കുറെ കഴിഞ്ഞപ്പോ ഒട്ടും സൗണ്ട് ഇല്ല. എന്റെ മോള് മുമ്പിൽ കൂടെ നടന്നു പോകുന്നു. അവള് മുമ്പോട്ട് പോയ വീട് സിറ്റൗട്ടിൽ. ഞാൻ മോളെ എന്ന് വിളിച്ചു. കുട്ടി തിരിഞ്ഞു നോക്കണില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ മുമ്പിൽ കൂടെ നടന്നു പോകണം, മോള് പോലും കേൾക്കുന്ന സൗണ്ട് എനിക്കില്ല. അപ്പോഴാണ് ഞാൻ വിളിച്ചു പറഞ്ഞ 19-ാം തീയതി മുതൽ 3 മാസത്തേക്കുള്ള പരിപാടി ക്യാൻസൽ ചെയ്തു. ഇല്ല, വേറൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് അതിന് പകരം 2 ദിവസം സലാത്ത് വാർഷികത്തിന് നെല്ലിക്കുറിശിയിൽ കൊടുക്കാന്ന് പറഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ സാധുക്കളുടെ പരിശ്രമത്തെ അള്ളാഹു കബൂലാക്കട്ടെ. ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. സൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ ആരെയും കാണൂല. ഇപ്പൊ എനിക്ക് സൗണ്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ വന്നത് അല്ലേ? സൗണ്ട് പോയാ പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്തു തീർന്നാൽ കൂത്തുകാരന് മാത്രമാ. പണം ഉണ്ടെങ്കിൽ പരിസരത്ത് എപ്പോഴും ജനം ഉണ്ടാവും. പണം ഇല്ലെങ്കിൽ പിന്നെ ഒരാളുണ്ടാവൂല. ഗൾഫുകാരനെ പോലെയാ. ഇങ്ങോട്ട് വരുമ്പോൾ ആളുകൾ ഒരു 10 ദിവസം ഉണ്ടാവും. 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവനെ കാണാൻ ആരുണ്ടാവും. കാരണം അവൻ ഇന്ന് പൈസ കടം ചോദിക്കും. ഗൾഫുകാരൻ പാവമാണ്. 6 മാസത്തെ ലീവിന് വരും. ഇങ്ങോട്ട് വരുമ്പോ കയ്യൊരു പെട്ടി ഉണ്ടാവും. അങ്ങോട്ട് പോകുമ്പോൾ വീട്ടിലൊരു കുട്ടി ഉണ്ടാവും. അതിന്റെ അപ്പുറത്തോട്ട് പറയുന്നുണ്ടാവും.
അതാ പാവം പ്രവാസി, മറ്റുള്ളവരുടെ സങ്കടം മാറ്റാൻ നടക്കുന്നവൻ സ്വന്തം സങ്കടത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല ഇതൊക്കെ ചിന്തിക്കുമ്പോ എന്റെ പൊന്നു സഹോദരിമാരെ, ഫാത്തിമ ബീവി 50 വയസ്സുവരെ ഒന്നും ജീവിച്ചിട്ടില്ല, 60 വയസ്സുവരെയും ജീവിച്ചിട്ടില്ല. ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരം 25 വയസ്സാണ് വഫാത്താകുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ വയസ്സ്. ഈ 25 വയസ്സിന്റെ ഇടയിൽ വഴിതെറ്റാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സദസ്സിന്റെ ഇടയിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃകയായി മാറാൻ ഫാത്തിമയ്ക്ക് കഴിയുമ്പോൾ, പെഷവാറിലെ അടിച്ചുകളിക്കാരനും ലാഹോറിലെ ചെരുപ്പ് കുത്തിക്കും രാജസ്ഥാനിലെ പച്ചക്കറി കച്ചവടക്കാരനും ഒരേപോലെ പ്രിയങ്കരിയായി ഫാത്തിമ റളിയല്ലാഹു തആല. ഫാത്തിമയെക്കുറിച്ച് പറയാത്തവരാരുമില്ല. വളരെ ചുരുങ്ങിയ ജീവിതം, 19 വർഷം തന്റെ പിതാവുമൊത്ത്, 9 വർഷം തന്റെ ഭർത്താവുമൊത്ത്, 7 വർഷം തന്റെ മൂത്ത മകൻ ഹുസൈനുമൊത്ത്, 6 വർഷം തന്റെ 7 വർഷം തന്റെ മകൻ ഹസനുമൊത്ത്, 6 വർഷം തന്റെ ഇളയ മകൻ ഹുസൈനുമൊത്ത് റളിയല്ലാഹു തആല അൻഹു. ഇതാണ് ജീവിതം. ഇത്രയേ ഉള്ളൂ. ഒത്തിരി നാളൊന്നും ജീവിച്ചിരിക്കേണ്ട മോനെ, ഇരിക്കുന്ന ജീവിതം ഏറ്റവും നല്ല ജീവിതമാകും. 19 വർഷം തന്റെ പിതാവിനോടൊത്ത്. അവസാനമാതരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു തആല വിവാഹത്തിന്റെ പ്രായമായി. വിവാഹാലോചന നടക്കുകയാണ്. ആരാ വിവാഹാലോചന നടക്കുക? ആദ്യമായി ഫാത്തിമ എന്ന സ്ത്രീത്വത്തിന്റെ ഉദാരമായ മഹിതമായ സങ്കല്പത്തെ ആദ്യമായി വിവാഹം ആരോപിച്ചത് മറ്റാരുമല്ല, സാഹിബ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഗുഹയിലെ കൂട്ടുകാരൻ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു തആല പറഞ്ഞു, ഫാത്തിമ എനിക്കൊന്ന് വിവാഹം ചെയ്തു തരുമോ? രണ്ടാമത് ചോദിച്ചത് ഉമറാണ്, ധൈര്യത്തിന്റെ പ്രതീകമായ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയെ അന്നൊന്ന് വിവാഹം ചെയ്തു തരുമോ യാ റസൂലല്ലാഹ്? അബൂബക്കറിനും കൊടുത്തില്ല, ഉമറിനും കൊടുത്തില്ല. എന്നാലേറെ ഇഷ്ടപ്പെട്ടവരാണ്. അവരോട് ഇഷ്ടം കുറവുള്ളത് കൊണ്ടല്ല. വളരെ ചുരുക്കി ഞാൻ ഈ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗത്തിലോട്ട് കിടക്കട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നിൽക്കുമ്പോ അലി റളിയല്ലാഹു തആല കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അബൂബക്കറിനോട് വരാൻ പറയില്ല, ഉമറിനോട് വരാൻ പറയൂല. ബിലാൽ റളിയല്ലാഹു തആല രണ്ടുപേരെയും വിളിച്ചുകൊണ്ടുവന്നു. പ്രധാനപ്പെട്ട സഹാബത്തിനോട് പള്ളിയിലേക്ക് വരാൻ പറ. സഹാബത്ത് മുഴുവനെ പള്ളിയിലേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലി എവിടെ, അലി എവിടെ? ലബൈക വസഅദൈക യാ റസൂലല്ലാഹ്. നബിയേ, ഞാനിതാ വന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് അലി വരുമ്പോ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അലിയേ, എന്റെ പൊന്നുമോള് ഫാത്തിമയെ എനിക്ക് ഞാൻ വിവാഹം ചെയ്ത് തരാൻ പോവുകയാ, സമ്മതമാണ് അലിയേ? അലി റളിയല്ലാഹു തആല ആരോടുക്കാർ വന്ന ഭാഗ്യത്തിന്റെ മുമ്പിൽ തത്വസ്മരണകളോടുകൂടി വികാരങ്ങളെ സമ്മിശ്രവേഷങ്ങളും മനസ്സിനെ സ്വാധീനിക്കുമ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണു നിറഞ്ഞുപോയി. യാ റസൂലല്ലാഹ്, മകളുടെ പുതിയ പ്രധാനമാണത്. അലിയെ നിന്നേക്കാൾ യോഗ്യനാരാ? അബൂ താലിബിന്റെ വീട്ടിൽ ജീവിച്ചിരിക്കുമ്പോ കളിച്ചു നടന്ന കളിക്കൂട്ടുകാരന്, ചെറുപ്പം മുതലേ അറിയാവുന്നവന്, നമ്മുടെ മകൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, ചെറുപ്പത്തിലുള്ള ആ കുട്ടിയാവ് തന്റെ കൂടാതെ തന്റായ്മകളും വല്ലായ്മകളും തന്റെ ചേതോകരമായ ചിന്തകൾക്ക് ജീവൻ നൽകിയ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നേരെ പോയി, ഫാത്തിമ എന്തേപ്പാ, നിനക്ക് ഞാൻ അലിയിനെ വിവാഹം ചെയ്യാൻ പോവുകയാണ്, സമ്മതമാണോ മോളെ? ആ സമയത്ത് നീയാണ് നാണത്തോടെ ഒന്നും പറയാതെ മൗനിയായി പൊന്നുമോളെ നിന്നപ്പോ ഒരു കന്യകയുടെ മൗനമോ സമ്മതമായി പരിഗണിച്ചല്ലാന്റെ റസൂൽ പറഞ്ഞാലേ, എന്റെ കയ്യിൽ കൊടുക്കാൻ മഹറുണ്ടാലിയേ? ഇല്ല റസൂലല്ലാഹ്, ഞാനൊരു
കച്ചവടക്കാരനാ. സ്വന്തം മകളെ വിവാഹം ചെയ്യാൻ തന്റെ പ്രിയപ്പെട്ട മരുമകന്റെ പിന്നാമ്പുറത്തിന്റെ ശേഷിപ്പുകൾ അന്വേഷിക്കുന്ന അഭിനവകാല പൊള്ളാച്ചിച്ചന്തിന് പോത്ത് നിൽക്കുന്നതുപോലെ കല്യാണത്തിന്റെ കച്ചവടം ഉറപ്പിക്കുന്ന വിവാഹച്ചന്തയിലെ മത്സരബുദ്ധിയോടെ കോടികൾ എറിഞ്ഞിട്ട് പകിടകളിക്കുന്ന ആധുനിക ഇസ്ലാമിക സമൂഹത്തിന്റെ നടുവിൽ മുഴുവനായ വിവാഹം പരിചയപ്പെടുത്തുകയാ. ഹബീബായ നബിയോട് ചൊല്ലിയോ, പകരന് പങ്കെടുത്തത് പകരമായി നിനക്ക് ഞാൻ എന്ന ഉടവാളുന്നത് ഉടവാളൂർ കുറിച്ചിട്ടതിന്റെ കയ്യിലിന്റെ നബിയെ. ആ ഉടവാട് തന്റെ വിസാരത്തിന്റെ കരം കൊണ്ടെടുത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു ചോദിച്ചു, ഇതാരാ വാങ്ങിക്കാറുള്ളത്? ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞു, നബിയെ ഞാൻ വാങ്ങിച്ചു കൊള്ളാം നബിയെ. സാധാരണ എനിക്ക് പിന്നെ വിലയുടെ ഇരട്ടുന്നതയോ ഇത്രയും വില ഇതിനില്ലെന്ന് നിനക്കറിയാമല്ലോ ഉസ്മാൻ റളിയല്ലാഹു തആല. നബി അലിയുടെ പരാധീനതകളും വിഷമതകളും എനിക്കറിയാമത്. അതുകൊണ്ടാണ് ഞാനിതിന് വില പറഞ്ഞതെന്ന് പറഞ്ഞ ഇതിലൊക്കെ ഒത്തിരി സമൂഹത്തിന് പഠിക്കാറുണ്ട്. ഗതികെട്ടവന്റെ 2 സെന്റ് പോലും ചൂഷണത്തിലൂടെ സ്വന്തം പേരിലാക്കി മാറ്റുന്ന പരോപകാര ത്വരപുരത്തുന്ന കരുത്തറപ്പൻ മത്സരത്തിന് പകരം പരോപകാര ത്വരപുരത്തുന്ന ഈ കച്ചവടത്തെ നമുക്ക് മനസ്സിലാകണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പൈസ വാങ്ങിച്ചിട്ട് ബിലാലിനോട് പറഞ്ഞു, ബിലാലേ പോയി പുതിയാപ്പളക്ക് പൂശാനുള്ള അത്ര വാങ്ങിയിട്ടുവാ. ഒരു പൈസ എടുത്തിട്ടും മൈനന്റെ കയ്യിലേക്ക് എടുത്തിട്ട് പറഞ്ഞു, ഫാത്തിമ കൊടുക്കാനുള്ള വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുവാ. മണിയറ ഒരുങ്ങി കല്യാണ പന്തലൊരുങ്ങി ബിലാല് അത്ര വാങ്ങിയെന്ന് ഉമ്മഹീനെന്നറിയല്ലോ താരാന്റെ പുതുവസ്ത്രം മാറിയിരുന്നു. നാണത്തോടെ പുതുതാരി കടന്നുവന്നു. അഭിനവകാല ആകാശത്തിന്റെ വിമാനത്തിന്റെ ഉള്ളില് കല്യാണത്തിന്റെ അറയുണ്ടാക്കുന്നു. പ്രസംഗാസബദ്ധത്തിന്റെ ഊളിയിട്ട് പോകുന്ന കപ്പലിന്റെ ഉള്ളിൽ കല്യാണം നടത്തുന്ന ദുബൈയിലെ പാന്തിമൈറ ബീച്ചില് തിരമാലകളുടെ ഉള്ളിൽ കിടക്കുന്ന ഗ്ലാസുകൾ ഉണ്ടാക്കിയ ഹോട്ടലിന്റെ വേദിയിൽ വിവാഹം നടത്തുന്ന ആധുനികകാല ലോകത്തിന് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. വിവാഹം പന്തൊരുങ്ങി നാണത്തോടെ പുതുനാരി വന്നു. അതീവായ മുത്തുവന്ന കുത്തുമേടി അവിടെ വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകളെ കൈ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇണയാക്കി കൊടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ നിന്ന് മോളുകൂടെ പറയാൻ പോവുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ നിറച്ചുമ്പിൽ പിടിച്ച് വീട്ടിലേക്ക് പോകാതിരുന്നേ. ഫാത്തിമ വിതുമ്പി, ഫാത്തിമ വിതുമ്പി, ഫാത്തിമ വിതുമ്പി. അവളുടെ വാപ്പയുടെ ഉമ്മ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കല്യാണം കഴിച്ചു പോകുന്നത് തന്റെ മകളല്ല, ഖദീജയ്ക്ക് ശേഷം നിന്ന് പോറ്റി വളർത്ത ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് പൊന്നുമോൾ തന്റെ കരളിന്റെ കഷണം പോവുകയാണ്. വിട പറയുകയാണ്. പൊട്ടിക്കരഞ്ഞു കണ്ട തന്നെ മുമ്പിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലും മകളുടെ കയ്യിലേക്ക് എടുത്തു വെച്ചു കൊടുത്തു. ഒരു ഈത്തപ്പന മരത്തിന്റെ ഓല, ഈത്തപ്പഴത്തിന്റെ കുരുകൊണ്ട് നിറച്ച ഒരു തലയണ, വെള്ളം കോരാനൊരു തുകൽപാത്രം, വെള്ളം കോരാനൊരു തോൽപാത്രം, അതുമൂലം തന്റെ മകളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ പോയി ജീവിച്ചു കൊള്ളുക, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചു കൊള്ളുക. കല്യാണത്തിന് യാത്രയായി ഉപ്പാന്റെ കയ്യിൽ നിന്ന് വിടവേ വിതുമ്പിക്കൊണ്ട് ഫാത്തിമ വിട പറയുന്നു. അതീവായ മുത്തുതന്റെ പ്രിയപ്പെട്ട നഗരത്തിന്റെ വിസാരത്തിന്റെ കയ്യിൽ നിന്ന് എന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് മോളോട് പറഞ്ഞു, മോളെ പോയിക്കൊള്ളുക, ഉപ്പ നിന്നെ കാണാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഉപ്പ നിന്നെ കാണാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ചരിത്രകാരന്മാരെ പറയുന്നുണ്ട്, മകളെ കാണാതെ ഉപ്പക്കെന്നുറങ്ങാൻ കഴിയില്ല, ഉപ്പയെ കാണാതെ മോൾക്കുറങ്ങാൻ കഴിയില്ല. സമകാലീന ലോകത്തിന്റെ കച്ചവട തന്ത്രങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ട്. ഉമ്മയെ കാണാതെ ഉപ്പയെ കാണാത്ത കിടന്നുറങ്ങാൻ കഴിയാത്ത പൊന്നുമോൾ, മോളെ കാണാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത ഉപ്പ. അത് പെൺമക്കൾ നമ്മുടെ മനസ്സിൽ കുടിയേറുന്നൊരു ബന്ധമാണത്. ഒരാഴ്ച കഴിഞ്ഞ് ഇന്ന് രാവിലെ 5 മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. ഇറങ്ങാൻ നേരത്ത് മക്കൾ എഴുന്നേറ്റിട്ടില്ല. ബാഗും പിടിച്ച് തൂങ്ങിയിറങ്ങവേ കട്ടിലിൽ കിടക്കുന്ന 2.5 വയസ്സുകാരി പൊന്നുമോളുടെ ചാരത്തെത്തി കവിളത്തൊരു മുത്തം കൊടുക്കുമ്പോൾ ഇന്ന് സന്ധ്യ കഴിയുമ്പോഴും മനസ്സ് വല്ലാതെ തേങ്ങിയത് മോളെ കാണാതെയാണ്. ഒരു പച്ചപ്പിതാവെന്ന രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കാത്തിരുന്ന ഒരുപാട് ദുആയ്ക്ക് ശേഷം പടച്ചറബ് എനിക്ക് തന്നെ എന്റെ പൊന്നുമോളെ, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ തമ്പുരാനെ, നന്നാക്കി തരണേ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിന് അഭിമാനമാക്കി തരണേ അല്ലാഹുവേ.
ഇന്നീ സമയത്തിരിക്കുമ്പോഴും ഞാൻ ഹൃദയം തുറന്ന് പറയാണ്, മനസ്സിന്റെ ഉള്ളിലൊരു എന്തോ നഷ്ടപ്പെട്ടു പോയൊരു പ്രതീതി. ഇത് മറ്റൊന്നുമല്ല, 2.5 വയസ്സുകാരിയുടെ വാപ്പാ എന്ന വിളിയാണത്. കല്യാണം കഴിച്ചുകൊണ്ട് മോനെ പോകുമ്പോ നീ ഓർക്കണം, നീ നിന്റെ കൈത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് അതേവരെ കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ച ഒരു വാപ്പയുടെ കൺമണിയാണ്. നീ കൊത്തിപ്പറിച്ചു കൊണ്ടുപോകുന്നത് പോലെ നിന്റെ പെണ്ണിനെ കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് നിന്റെ കൈവിരലിൽ പിടിച്ചിട്ട് കല്യാണത്തിന് നിന്റെ വീട്ടിലേക്ക് പോകാണ്. വാഹനത്തിലേക്ക് കയറുമ്പോ പുതിയ പെണ്ണ് കരയുന്നത് കാണാം. ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി കല്യാണ ദിവസത്തെ ഏറ്റവും വലിയ ഹൃദയം തകർക്കുന്ന എന്റെ വിരലിട്ട് കളിമുറ്റം വിട്ട് മറ്റൊരു ചെറുപ്പക്കാർ എന്റെ കൂടെ ജീവിക്കാൻ പോകുന്ന പുതുനാരിയെ യാത്രയാക്കുന്ന വാപ്പയുടെ കവിൾത്തടത്തിലൂടെ ഒഴുകുന്ന കണ്ണുനീര്, ഉമ്മയുടെ വേവലാതി. അതുകൊണ്ട് ഞാനടക്കമുള്ള ഭർത്താക്കന്മാരോട് കൊത്തിപ്പറിച്ച് നമ്മളെ കൊണ്ടുപോകുന്നത് വാപ്പയുടെ ഉമ്മയുടെ പൊന്നുമോളെയാണ്. കല്യാണം കഴിയുന്ന ദിവസം പൊന്നുമോളില്ലാത്ത ജീവിതത്തിലെ ഒരു രാത്രി റസൂലിന് സഹിക്കാൻ കഴിയുന്നില്ല. ഹബീബായ മുത്ത് പറഞ്ഞു, മോളെ നമ്മുടെ വീട്ടിലെ കല്യാണം പോലെ മോള് പൊയ്ക്കുമോളെ, ഉപ്പ പുറകെ വരുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ റസൂൽ വീട്ടിലെത്തുമ്പോ വാപ്പ കൊടുത്ത ഈത്തപ്പന മരത്തിന്റെ പായ വിരിച്ചിട്ടതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് പുതുനാരിയും പുതിയാപ്ലയും. ഉപ്പാനെ കണ്ടപ്പോ ചാടി എഴുന്നേറ്റു. അലി റളിയല്ലാഹു തആല അൻഹു അവരെ നടുക്കിരുന്നിട്ട് കുറെ വർത്തമാനം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാനിരുന്നത്. എന്നെ കിടക്കുന്ന ഒരുക്കുമ്പട്ടയില് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഈ വാക്കോർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞു പോകാനൊരുങ്ങവേ പോകാൻ മനസ്സ് വരുന്നില്ല, പോകാൻ മനസ്സ് വരുന്നില്ല. ഇറങ്ങിപ്പോകാതിരുന്നത് മരുമകന്റെ തോളിലൂടെ കൈയിട്ടിട്ടല്ലാണ്ട് റസൂൽ പറഞ്ഞാലേ എന്റെ കരളിന്റെ കഷണത്തെയാണ് നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പോരാത്ത ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് അലിയേ നിന്നോട് പറയാൻ എനിക്കൊരൊറ്റ വാക്കേ അല്ലാ തകലത്, ലാ തകലത്. നീ ഫാത്തിമയോട് കോപിക്കരുത്, നീ ഫാത്തിമയോട് ദേഷ്യം കാണിക്കരുത്, ഫാത്തിമയോട് നീ ഒരിക്കലും അരോചകമായത് ചെയ്യരുത്. ആദ്യത്തെ ദിവസം എന്റെ മരുമകനോട് പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു കൊടുത്ത സതുപദേശം അല്ലാ തകല്ലത്. ഓ പെണ്ണലിയെ നീ കോപിക്കരുത്, ഭാര്യയോട് കോപിക്കരുത്. ശേഷം വിട പറയാനിരുന്നത് ഈരനെ നിന്നെ കണ്ണുകായി മോറ് വന്നു ഉപ്പാനെ യാത്രയേക്കാൻ. ഉപ്പ തന്റെ മകളുടെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ ഫാത്തിമ, നിനക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭർത്താവിനെയാണ് നിനക്ക് ഞാൻ തെരഞ്ഞെടുത്തു തന്നത്, ഏറ്റവും അറിവുള്ള ഒരു ഭർത്താവിന്. അതുകൊണ്ട് അവന്റെ അറിവിൽ നിന്ന് നീ അല്ലാതെ പഠിക്കണേ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് തന്റെ മകളോട് സലാം പറഞ്ഞിറങ്ങിപ്പോയി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്താണ് എനിക്കറിയില്ല, എവിടെ എത്തണമെന്നറിയില്ല. അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുന്ന ഈ ചെറുപ്പക്കാരനാണ് കാണുന്നു. എന്തോ തെറ്റും മകളോ തെറ്റോ. വിവാഹം എന്നതൊരു ജീവിതത്തിന്റെ കരുപ്പിടിപ്പിക്കലാണ്, ഒരു ജീവിതം തുടങ്ങുകയാണ്. നിന്റെ ഭാര്യയോട് കോപിക്കരുത് എന്ന് പറഞ്ഞ മുത്ത് റസൂലിന്റെ സതുപദേശം നമ്മുടെ കാതിൽ മുഴങ്ങട്ടെ. ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന്. 19 വർഷം എന്റെ കൂടെ സഞ്ചരിച്ച മോൾ ഇന്ന് രാത്രി വീട്ടിലില്ല, അലിയുടെ വീട്ടിലാണ്. രാവിലെ സുബഹിന്റെ വാങ്ങണമെങ്കിൽ മസ്ജിദിന്റെ വഴി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നിസ്കാരത്തിന് ഇമാമത്തിന് എന്ന മുത്തുനബി, ആ മുത്തുനബിയുടെ മുഖത്ത് ഗദ്ഗതത്തിന്റെ സങ്കടത്തിന്റെ കണ്ണീരിന്റെ പൊടിപ്പാടുകൾ കണ്ട പാപത്തിന് മനസ്സിലായി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഫാത്തിമ കണ്ണിൽ നിന്ന് മറഞ്ഞുപോയ ദുഃഖമാണ് നബിയെ. ഹബീബായ നബി നിങ്ങൾ പറഞ്ഞത്, എന്റെ ഫാത്തിമ എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
അങ്ങയുടെ വീടിന്റെ തൊട്ടു മുമ്പ് എനിക്കൊരൽപ്പ സ്ഥലമുണ്ട് നബിയേ, അങ്ങ് അനുവദിച്ചാൽ ആ സ്ഥലം ഞാൻ അങ്ങേക്ക് തരാൻ നബിയേ. ഒരു വീട് വെച്ച് ഫാത്തിമയെ അവിടെ താമസിപ്പിച്ചു കൊള്ളുക. സങ്കടം സന്തോഷത്തിന് വഴിമാറി അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയോട് പറഞ്ഞു, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. മുത്തനബിയുടെ വീടിന്റെ നേരെ ഭാഗത്ത് ഒരു ചെറിയ കുടിലൊരുങ്ങി, ഈത്തപ്പന മരത്തിന്റെ കുടിലൊരുങ്ങി. കൈപിടിച്ചിട്ട് അലിയുടെ കൈപിടിച്ചിട്ട് കടന്നു വന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. നിങ്ങൾ അറിയുമോ എന്നെനിക്കറിയില്ല. രാവിലെ പിന്നെ ചരിത്രത്തിലേക്കൊരു ജനൽ വരുള്ളൂ. രാവിലെ എഴുന്നേറ്റാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ഫാത്തിമ ബീവിയുടെ വീടിന്റെ നേരെയുള്ള ജനാല തുറക്കും. അതേ സമയത്ത് പൊന്നുമോൾ ഉറക്കത്തിൽ എഴുന്നേൽക്കും. ഹബീബായ മുത്തിന്റെ നേരെയുള്ള വീടിന് നേരെയുള്ള ജനാല തുറക്കും. ഒരേ സമയത്ത് രണ്ട് ജനാലകളെ ചരിത്രത്തിലേക്ക് തുറന്നു. ആ തുറന്ന ജനാലയുടെ അടികൾക്കിടയിലൂടെ ഉപ്പായെ നോക്കി മോളും, മോളെ നോക്കി ഉപ്പയും നിന്നൊരു പ്രഭാതത്തിൽ ഒരു വാർത്തയും മകനും നിന്ന് ഇത്രത്തോളം നല്ലൊരു സ്നേഹത്തിന്റെ ബന്ധങ്ങൾ ഇടപെടുത്തിയത് പറയാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ തുറന്ന ജനാലയിലൂടെ കുറെ നേരം നോക്കി നിന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സദസ്സത്തിൽ ആവേശം ചോർന്നു പോകരുത്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വേറെ വർത്താനമൊന്നും പറയാത്ത. ഈ വിഷയം പറഞ്ഞ് തീർക്കണ്ടേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകും. പഠിക്കാൻ ഒത്തിരിയുണ്ട്. നബി തങ്ങളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഫാത്തിമ റളിയല്ലാഹുവിന്റെ വീട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ വാപ്പ നിസ്കരിക്കാൻ പോവാ. പോകുന്ന സമയത്ത് പള്ളിയിലേക്ക് പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട മകളുടെ വീടിന്റെ വാതിൽ പോയിട്ട് മുട്ടിയിട്ട് കേൾക്കും, ഫാത്തിമ എന്റെ ഉപ്പ അബത്തുസല്ലിയാവാനി അന്തുമാ, നിങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചിട്ടാണോ കിടന്നുറങ്ങുന്നത്? സുബഹി നിസ്കരിച്ചോ എന്നല്ല, വിവാഹത്തിന് മുമ്പ് നീ തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിച്ചല്ലോ ഫാത്തിമ. കല്യാണം കഴിഞ്ഞിട്ട് നീ തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നതെന്ന് പള്ളിയിലേക്ക് പോകുന്നവര് തന്റെ മകളുടെ വാതിൽ മുട്ടി ചോദിക്കുമായിരുന്നു. പ്രിയപ്പെട്ട ഉപ്പ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കെട്ടിച്ചു വിട്ടാ പിന്നെ കടമയില്ലെന്ന ഉപ്പാടെ സങ്കല്പം. പോണ വഴിയിൽ ഉപ്പ മോളോട് ചോദിക്കും, അപ്പൊ തുസല്ലിയാവാനി അന്തുമാ, നിങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചിട്ടാണോ കിടക്കണത്? കല്യാണത്തിന് മുമ്പേ നീ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാറുണ്ടോ? വാപ്പ കെട്ടിച്ചു വിട്ടില്ല, ഇനി ഭർത്താവ് നോക്കട്ടെ. കല്യാണത്തിന് മുമ്പ് പെണ്ണ് പർദ്ദ ഇട്ടിട്ട് നടന്ന, കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ തലയും തുറന്നു. തുറക്കാത്ത സ്ഥലങ്ങൾ ചുരുക്കായി. പണ്ടത്തെ ജനാലയുടെ കമ്പി മാതിരി പെണ്ണിന്റെ ബ്ലൗസിന്റെ ബാക്ക് ഭാഗം. എത്രത്തോളം തുറക്കാമോ, അരമീറ്റർ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാണെന്നാണ് ആധുനിക മുദ്രാവാക്യം. വാപ്പാക്കും ബുദ്ധിമുട്ടില്ല, മാപ്പിളക്കും ബുദ്ധിമുട്ടില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഹബീബായ നബിയുടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം ഒത്തിരിയായി. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഞാൻ വിഷയം തീർക്കാതെ പോകില്ല, നിങ്ങൾ ഇരുന്നാ മതി. ഇരിക്കൂലേ? ഉറപ്പാ? ഇത്രയും വോയിസിൽ ഞാൻ അടുത്തൊന്നും വാളു പറഞ്ഞിട്ടില്ല. ഇപ്പൊ അങ്ങനെയാണ്, കൂടുതൽ പരിപാടിയൊന്നും ഏൽക്കണില്ല. ഫേസ്ബുക്കിൽ ഒത്തിരി പരതല്ല. ആഴ്ചയിൽ 4 ദിവസം പ്രസംഗം, 3 ദിവസം വിശ്രമം. അതാണ് പുതിയ ഷെഡ്യൂള്. ആ വിശ്രമത്തിലിട്ട് 3 ദിവസം ഒന്ന് ഞങ്ങൾക്ക് ഇന്ന് തരാൻ പറഞ്ഞാൽ നടക്കില്ല. ഈ സമയത്ത് ഭാര്യയുടെ മക്കളുടെ കൂടെ 3 ദിവസം ഇരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞ് പെൻഷനാകുമ്പോൾ അവിടെ പോയിരിക്കുക. അവിടെ 4 ദിവസം പ്രസംഗം, 3 ദിവസം വിശ്രമം. ഇപ്പൊ ആ മല ഇടിഞ്ഞു വിടാൻ അങ്ങനെ ഉള്ളൂ. അങ്ങനെ ഷെഡ്യൂൾ കറക്റ്റ് ചെയ്തിരിക്കുക. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ആ മകളും മരുമകനും ഹബീബായ നബിതങ്ങളുടെ ഏറ്റവും വലിയ, ഞാൻ സ്ത്രീകളോടൊരു നല്ല ഉപദേശം പറയാൻ പോവാ, പുരുഷന്മാരോടും പറഞ്ഞുതരട്ടെ. നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാ പടച്ചവനെ? പറഞ്ഞുതരട്ടെ, എന്താ ഒരു ഉസാറിയത്തില്ലാത്തത്? ഒരു ഉസാറില്ല, എന്തിട്ട് മനുഷ്യന്മാരാ നിങ്ങൾ? പെണ്ണുങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് ഏറ്റവും നല്ല ബുദ്ധിയുള്ള പെണ്ണാരാന്ന് ഞാൻ പറയാൻ പോവാ. ഏറ്റവും നല്ല ബുദ്ധി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ബുദ്ധിയായിരുന്നു ഫാത്തിമ ബീവിക്കെന്ന്. ഒരു അലി റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു
അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, എന്നോടാണോ സ്നേഹം കൂടുതൽ, അതല്ല ഫാത്തിമയോടാണോ സ്നേഹം കൂടുതൽ? അങ്ങേക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? അലി റളിയല്ലാഹു തആല അൻഹുവിന്റേതാണ് ചോദ്യം. നബിയെ, അയ്യുമാ അഹബ്ബു ഇലൈക, നബിയെ, ഞങ്ങൾ രണ്ടുപേരിൽ ആരോടാണ് അങ്ങേക്ക് സ്നേഹം കൂടുതൽ? എന്നോടാണോ ഫാത്തിമയോടാണോ റളിയല്ലാഹു അൻഹ? എന്തായിരിക്കും മുത്തുനബിയുടെ മറുപടി? എന്തായിരിക്കും മറുപടി? ആരോടായിരിക്കും? ആരോടായിരിക്കും നിങ്ങള്? അതാണ് രാഷ്ട്രീയക്കാരന്റെ മെയ്വടക്കം. ഉണ്ടാകുമ്പോ അത് ഇന്ന് വരെ ഹത്തൽ പഠിച്ചോണ്ടൽ അമ്മായിയമ്മ വല്ലാതെ കൊടയും. കാരണം മോളോടാന്ന് പറഞ്ഞാൽ മരുമോ പടങ്ങും, മരുമോനോടാന്ന് പറഞ്ഞാൽ മോള് പറയും, ഓ ഇപ്പൊ അയാളോടായി, നമ്മളെ വേണ്ട. എന്റെ അമ്മായിയമ്മ ഇതേവരെ എന്നെ മരുമോനെന്ന് വിളിച്ചില്ല, മോനെന്ന് വിളിക്കും. ഭയങ്കര സ്നേഹം. അള്ളാഹു പാവത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. ആരും